പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഒരു ജീൻ മാത്രം എങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടുന്നു അച്ഛനമ്മമാരുടെ അടുത്തുനിന്ന്, ഒരു ജീൻ മാത്രം എങ്ങനെ കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ മെന്റലിന്റെ എക്സ്പെരിമെന്റ് വെച്ച് പറയുന്നത്. Let us take the example of one such hybridization experiment. ഒരു ജീന് മാത്രം നോക്കിക്കൊണ്ട് മെന്റൽ നടത്തിയ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് carried out by മെന്റൽ carry out ചെയ്തത് where he crossed tall and dwarf pea plants. ഉയരം കൂടിയ ഒരു ചെടിനെയും ഉയരം കുറഞ്ഞൊരു ചെടിനെയുമാണ് അയാൾ ക്രോസ് ചെയ്യുന്നത്. ടു സ്റ്റഡി ദ ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ, ഒരു ജീനിന്റെ ഇൻഹെറിറ്റൻസ് നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഒരു ടോൾ ചെടിനെയും ഉയരം കൂടിയ ഒരു ചെടിനെയും അതേപോലെ തന്നെ ഒരു ഡ്വാർഫ് ചെടിനെയും തമ്മിൽ എന്ത് ചെയ്യുവാണ്, ക്രോസ് ചെയ്യുവാണ്. എന്താ നോക്കുന്നത്, ഈ ടോൾ ചെടിക്കും ഡ്വാർഫ് ചെടിക്കും ഉണ്ടാവുന്ന ഓഫ് സ്പ്രിങ്സ്, കുഞ്ഞുങ്ങള് അല്ലെ, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ്, ഓഫ് സ്പ്രിങ്സ് എങ്ങനെയാണ് എന്ന് നോക്കുവാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ടോൾ ആണെങ്കിൽ അച്ഛന്റെ സ്വഭാവം വന്നു എന്നും ഡോർഫ് ആണെങ്കിൽ അമ്മയുടെ സ്വഭാവം വന്നു എന്നൊക്കെ പറയാലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു ജീനിന്റെ മാത്രം ഇൻഹെറിറ്റൻസ് ഇയാൾ പഠിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അയാൾ എന്ത് ചെയ്തു, അയാൾ ഇങ്ങനെ ഒരു ക്രോസ് ചെയ്തതിന് ശേഷം he collected the seeds produced as a result of this cross. ഇങ്ങനെ ഒരു ക്രോസ് നടത്തി എന്ന് പറയുമ്പോൾ അയാൾ എന്തായിരിക്കും ചെയ്തത്, ഇങ്ങനെ ക്രോസ് നടത്തി എന്ന് പറയുമ്പോൾ ഒരു ടോൾ പ്ലാന്റ് ഉണ്ട്, ആ ടോൾ പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് ആണിത്. അതേപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റ് ഉണ്ട്, ഡ്വാർഫ് പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് ആണിത്. ടോൾ പ്ലാന്റും ഡ്വാർഫ് പ്ലാന്റും ഉണ്ട്, ഡ്വാർഫ് പ്ലാന്റിന്റെ ഫ്ലവേഴ്സ് ആണിത്. ടോൾ പ്ലാന്റിനെ മെയിലായിട്ട് എടുക്കാം, ഡ്വാർഫ് പ്ലാന്റിനെ എന്തുമായിട്ട് എടുക്കാം, ഫീമെയിലുമായിട്ട് എടുക്കാം. അത് മെയിലും അത് ഫീമെയിലുമായിട്ട് എടുത്തിട്ട് അയാൾ എന്താ ചെയ്തത്, അയാളുടെ എക്സ്പെരിമെന്റ് എങ്ങനെയായിരുന്നു, ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റിൽ നമ്മൾ എന്താ ചെയ്തത്, ഹൈബ്രിഡൈസേഷനിൽ ഒരു പ്ലാന്റിന്റെ അല്ലെ, ഫീമെയിൽ പ്ലാന്റിന്റെ മെയിൽ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അവിടെ ഇമാസ്കുലേഷൻ നമ്മൾ നടത്തി. അങ്ങനെ ഇമാസ്കുലേഷൻ നടത്തിയതിന് ശേഷം മെയിൽ പ്ലാന്റിന്റെ പൊള്ളൻ ഗ്രെയിൻസിനെ നമ്മൾ എന്ത് ചെയ്തു, അവിടേക്ക് കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്തു. ഇങ്ങനെയാണല്ലോ എക്സ്പെരിമെന്റ് നടത്തുക. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടുന്ന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്നതിനെ കൊണ്ട് ഇവിടുന്ന് എന്ത് ജെർമിനേറ്റ് ചെയ്ത് വരും, ഇവിടുന്ന് പയർ ഉണ്ടായിട്ട് വരും അല്ലെ, ഇവിടുന്ന് പയർ ഉണ്ടായിട്ട് വരും. ആ പയറിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, വിത്തുകൾ ഉണ്ടാവും അല്ലെ, ആ പയറിന്റെ ഉള്ളിൽ വിത്തുകൾ ഉണ്ടാവും. അയാൾ എന്താ ചെയ്തത്, ഹി കളക്റ്റഡ് ദ സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ക്രോസ്. ഈ ക്രോസിന്റെ ഫലമായിട്ടുണ്ടായ സീഡുകൾ അയാൾ കളക്ട് ചെയ്തു. ആൻഡ് ഗ്രൂ ദം ടു ജനറേറ്റ് ദ പ്ലാന്റ്സ് ഓഫ് ദി ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷൻ. ഇവർക്കുണ്ടായ കുട്ടികൾ എങ്ങനെയാ നോക്കുക, ഈ വിത്ത് എടുത്തിട്ട് അയാൾ എന്ത് ചെയ്തു, ഈ വിത്ത് എടുത്തിട്ട് മെന്റൽ എന്ത് ചെയ്യുവാണ്, മുളപ്പിച്ച് നോക്കുവാണ്. ഈ വിത്ത് എടുത്തിട്ട് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിട്ടിട്ട് അതിൽ നിന്ന് മുളച്ചു വരുന്ന ചെടികളെ മെന്റൽ നോക്കുവാണ്. അങ്ങനെയാണല്ലോ ഇയാൾക്ക് ഈ പറയുന്ന അച്ഛനും അമ്മക്കും ഉണ്ടായ കുട്ടികൾ അങ്ങനെയാണല്ലോ നോക്കാൻ പറ്റുക. റെഡിയാണ്. ദിസ് ജനറേഷൻ, ഇപ്പൊ ഉണ്ടായ ഈ തലമുറനെ ഈസ് ആൾസോ കോൾഡ് ദ ഫിലിയൽ വൺ പ്രോജനി. ഈ കുഞ്ഞുങ്ങളെ വിളിക്കുന്ന പേര് ഫിലിയൽ വൺ പ്രോജനി എന്നാണ്, ഓർ F1 പ്രോജനി എന്നാണ്. അഥവാ ഒരച്ഛനും ഒരമ്മക്കും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് എന്ത് വിളിക്കാം, ഒരച്ഛനും ഒരമ്മക്കും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെ F1 ജനറേഷൻ എന്ന് പറയാം. ഇവർ ഫിലിയൽ വൺ പ്രോജനി എന്ന് പറയാം. മെന്റൽ ഒബ്സർവ്ഡ് ദാറ്റ്, മെന്റലിനെ കാണാൻ പറ്റിയ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഓൾ ദി F1 പ്രോജനി, ഇവിടെ കിട്ടിയ കുട്ടികൾ മൊത്തം ടോളായിരുന്നു. എത്ര വിത്ത് മുളപ്പിച്ചാലും മെന്റലിന് കിട്ടിയത്, എന്ത് മാത്രമാണ്, ടോൾ പ്ലാന്റുകളെ മാത്രമാണ് മെന്റലിന് കിട്ടിയത്. ലൈക്ക് വൺ ഓഫ് ഇറ്റ്സ് പാരന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അച്ഛനെ പോലെ, ഒരു പാരന്റിനെ പോലെ മാത്രമായിരുന്നു കുട്ടികൾ അവരുടെ ക്യാരക്ടർ കാണിച്ചത്. നൺ വേർ ഡ്വാർഫ്, ആരും എങ്ങനെ ഉണ്ടായിരുന്നില്ല, ഡ്വാർഫ് അമ്മയുടെ ക്യാരക്ടർ ആരും കാണിച്ചില്ല. ഹി മെയ്ഡ് സിമിലർ ഒബ്സർവേഷൻ, ഇതേപോലത്തെ പരീക്ഷണം അയാൾ എന്ത് ചെയ്തു, ബാക്കി സ്വഭാവങ്ങളൊക്കെ വെച്ചിട്ട് ടോളും ഡ്വാർഫും ചെയ്ത പോലെ വയലറ്റും വൈറ്റും വെച്ചിട്ട് പരീക്ഷണം നടത്തി, അതേപോലെ തന്നെ യെല്ലോയും ഗ്രീനും വെച്ചിട്ട് പരീക്ഷണം നടത്തിയപ്പോഴൊക്കെ ഇതേപോലെ തന്നെയാണ് അയാൾക്ക് എന്ത് കിട്ടിയത്, റിസൾട്ട് കിട്ടിയത്. അയാൾ കണ്ടുപിടിച്ചു, he found that the F1 always resembled either one of the parent. F1 ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ എന്ന് മൂപ്പർക്ക് മനസ്സിലായി. ആൻഡ് ദാറ്റ് the trait of the other parent was not seen in them. അപ്പോൾ ഒരു അച്ഛനും അമ്മക്കും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക്, ഒരു മെയിലിനും ഫീമെയിലിനും ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് അവിടെ നോക്കുന്ന സമയത്ത് അവര് ഒരാളുടെ ക്യാരക്ടർ മാത്രമേ കാണിക്കുന്നുള്ളൂ, അടുത്ത ആളുടെ ക്യാരക്ടർ കാണിക്കുന്നില്ല എന്നും ആർക്ക് മനസ്സിലായി, മെന്റലിന് മനസ്സിലായി. ഇപ്പൊ മെന്റല് ഒരു ടോൾ പ്ലാന്റിനെ ആയിരുന്നു എടുത്തത് അല്ലെ, ഒരു ടോൾ പ്ലാന്റിനെ എടുത്തു, അതേപോലെ തന്നെ ഒരു ടോൾ പ്ലാന്റിന്റെ ഫ്ലവർ ആണിത്. ഒരു ഡ്വാർഫ് പ്ലാന്റിനെ എടുത്തു, ഒരു ടോളിനെയും ഒരു ഡ്വാർഫിനെയും എടുത്തു, ഡ്വാർഫ് പ്ലാന്റ് ഫ്ലവർ ആണിത്. ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തി കഴിഞ്ഞതിന് ശേഷം
കിട്ടിയ കുഞ്ഞുങ്ങൾ മൊത്തം എന്താണ്? ടോൾ പ്ലാന്റുകളാണ്. ഓക്കെ, അതിന്റെ ബാക്കി നോക്കാം നമുക്ക്. സോ അതിന്റെ ബാക്കി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന കാര്യമൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യട്ടെ. അതിന്റെ ബാക്കി നമ്മൾ നോക്കുവാണ്. നല്ലപോലെ ശ്രദ്ധിക്കണേ. ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ജനറേഷൻ എന്താണ്? F1 എന്ന് പറയുന്ന ജനറേഷൻ ആണ്. അഥവാ ഒന്നാം തലമുറയാണ് നമുക്കിപ്പോ ഈ പരീക്ഷണം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്, അല്ലെ? ഒന്നാം തലമുറയാണ് നമുക്ക് കിട്ടിയത്. പിന്നെ മെന്റൽ എന്താ ചെയ്ത്? അടുത്ത ലൈനിലേക്ക് നോക്കൂ. പിന്നെ മെന്റൽ ചെയ്ത കാര്യം, മെന്റൽ then self-pollinated. മെന്റൽ പിന്നീട് എന്ത് ചെയ്തു? Self-pollinated the tall F1 plant. F1 കിട്ടിയ കുട്ടികളെ മെന്റൽ എന്ത് ചെയ്തു? Self-pollinate ചെയ്തു. ആൻഡ് ടു ഹിസ് സർപ്രൈസ് ഫോൺ ദാറ്റ്, അയാൾക്ക് അതിശയമായി പോയി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇൻ ദ ഫിലിയൽ 2 ജനറേഷൻ, രണ്ടാം തലമുറയിൽ സം ഓഫ് ദി ഓഫ് സ്പ്രിങ്സ് വർ ഡ്വാർഫ്. ചില ഓഫ് സ്പ്രിങ്ങുകൾ ഡ്വാർഫ് ആയിരുന്നു. അപ്പോൾ മെന്റലിന്റെ എക്സ്പെരിമെന്റ് നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഇവിടെ വരികയാണെങ്കിൽ, മെന്റൽ എന്ത് ചെയ്തു? ഒരു ടോൾ പ്ലാന്റിനെ എടുത്തു, ഒരു ഡ്വാർഫ് പ്ലാന്റിനെ മെന്റൽ എടുത്തു. എന്നിട്ട് ടോൾ പ്ലാന്റിന്റെ പൂവിൽ നിന്ന്, ഇത് ടോൾ പ്ലാന്റിന്റെ പൂവാണ്, ഇവിടെയാണ് ടോൾ പ്ലാന്റിന്റെ പൂ ഉള്ളത്, ഇത് ഡ്വാർഫ് പ്ലാന്റിന്റെ പൂവാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പൂവിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് എന്ത് ട്രാൻസ്ഫർ ചെയ്തു? ഇതിന്റെ പൊള്ളൻ ഗ്രെയിൻ ട്രാൻസ്ഫർ ചെയ്തു, അല്ലെ? മെന്റലിന്റെ കണ്ണിലൂടെ എക്സ്പെരിമെന്റ് ഇങ്ങനെയല്ലേ? വലിയൊരു പ്ലാന്റ് എടുത്തു, ചെറിയൊരു പ്ലാന്റ് എടുത്തു, പൊള്ളൻ ഗ്രെയിൻസ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പൊ എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് എന്തുണ്ടായി? ഇവിടുന്ന് പയറുണ്ടായി, അല്ലെ? പയറുണ്ടായി വന്നു. ആ പയറിന്റെ വിത്ത് എന്ത് ചെയ്തു? മുളപ്പിച്ച് നോക്കി. ആ പയറിന്റെ വിത്ത് മുളപ്പിച്ചപ്പോൾ കിട്ടിയ മക്കളെ മൊത്തം എന്താണ്? ഈ പയറിന്റെ വിത്ത് മുളപ്പിച്ചപ്പോൾ കിട്ടിയ മക്കൾ മൊത്തം എന്ത് മക്കളാണ്? ഇവിടെ ടോളും ഡോർഫുമാണ് ക്രോസ് ചെയ്തത്. ഇത് മെയിലും അതേപോലെ തന്നെ ഇത് ഫീമെയിലും ആയിരിക്കട്ടെ, ഇത് മെയിലും ഇത് ഫീമെയിലും ആയിരിക്കട്ടെ. കിട്ടിയ മക്കൾ മൊത്തം എങ്ങനത്തെ മക്കളെയാണ്? ടോൾ മക്കളെയാണ് കിട്ടുന്നത്, അല്ലെ? എല്ലാ കുഞ്ഞുങ്ങളും ടോളാണ്. ഈ കുഞ്ഞുങ്ങളെ നമ്മൾ എന്താ വിളിച്ചത്? F1 ഒന്നാം തലമുറ എന്ന് വിളിച്ചു. ഈ കുഞ്ഞുങ്ങൾ ആരും ആരുടെ ക്യാരക്ടർ കാണിച്ചില്ല, ഒരു പാരന്റിന്റെ ക്യാരക്ടർ കാണിച്ചില്ല. എല്ലാവരും എന്ത് മാത്രമേ കാണിച്ചുള്ളൂ? ടോള് മാത്രമേ കാണിച്ചുള്ളൂ. അതിനുശേഷം മെന്റൽ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ F1 കിട്ടിയ ഒരാളെ മാത്രം എടുത്തു. ഇതാണ് F1 ഉണ്ടായ ഒരു പ്ലാന്റ് മാത്രം. F1 ഉണ്ടായ ഒരു പ്ലാന്റിനെ മാത്രം എടുത്തു. ഈ ഒരു പ്ലാന്റിനെ മാത്രം എടുത്തിട്ട് എന്താ ചെയ്തതെന്ന് അറിയാവോ? F1 ഒരു പ്ലാന്റിനെ മാത്രം എടുത്തിട്ട്, ഇത് അതിന്റെ ഫ്ലവർ ആണ്. F1 ഒരു പ്ലാന്റിനെ മാത്രം എടുത്തിട്ട് അതിനെന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്തു. അതായത് ആ പ്ലാന്റിന്റെ പൊള്ളൻ ഗ്രെയിൻസ് ആ പ്ലാന്റ് തന്നെ ഇട്ടു. സെൽഫ് പോളിനേറ്റ് ചെയ്തു. ഇങ്ങനെ സെൽഫ് പോളിനേറ്റ് ചെയ്ത സമയത്ത് സെൽഫ് പോളിനേഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു? ഇവിടുന്ന് എന്തുണ്ടായിണ്ടാവും? സെൽഫ് പോളിനേഷൻ കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പയർ വന്നിട്ടുണ്ടാവും. ആ പയറും മൂപ്പർ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. ആ പയർ സെലക്ട് ചെയ്തിട്ട് ആ പയറിനുണ്ടായേക്കണ മക്കള്, ആ പയർമെന്ന് ഡെവലപ്പ് ചെയ്തേക്കണ മക്കളെ നോക്കിയ സമയത്ത് അയാൾക്ക് കാണാൻ പറ്റി, ഉണ്ടായ കുഞ്ഞുങ്ങളിൽ എന്തുണ്ട്? ടോൾ കുഞ്ഞുങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ടെന്ന് അറിയോ? ഡ്വാർഫും ഉണ്ട്. ടോളും ഉണ്ട്, ഡ്വാർഫും ഉണ്ട്. ഇത് സെൽഫ് പോളിനേറ്റ് അല്ലേ ചെയ്തത്? സെൽഫ് പോളിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ മെയിലും അതേപോലെ തന്നെ ഫീമെയിലും ആരാണ്? മെയിലും ടോളാണ്, ഫീമെയിലും ടോളാണ്, അല്ലെ? മെയിലും ടോളാണ്, ഫീമെയിലും ടോളാണ്. ഇങ്ങനെ രണ്ട് ടോൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കുന്ന കുട്ടികള്, അല്ലെങ്കിൽ രണ്ട് ടോൾ കണ്ടീഷൻ ക്രോസ് ചെയ്ത സമയത്ത് F2 ജനറേഷനിൽ രണ്ടാം തലമുറയിൽ എന്ത് കിട്ടുന്നതായിട്ട് കണ്ടു? ഡ്വാർഫ് പ്ലാന്റുകളെയും കിട്ടുന്നുണ്ട്. ഓഫ് കോഴ്സ് ടോൾ പ്ലാന്റുകളെ കിട്ടുന്നുണ്ട്. ആ ടോൾ പ്ലാന്റുകളുടെ കൂടെ ആരും വരുന്നുണ്ട്? ഡ്വാർഫും വരുന്നുണ്ട്. F1 നോക്കിക്കേ, ടോള് മാത്രമായിരുന്നല്ലോ. F1 ടോള് മാത്രമേ കണ്ടുള്ളൂ. എന്നാൽ F2 വരുന്ന സമയത്ത് ടോളിന്റെ കൂടെ ഡ്വാർഫും വരുന്നതായിട്ട് മുമ്പർക്ക് കാണാൻ പറ്റും. The character that was not seen in the F1 generation, F1 നമ്മൾ കാണാതിരുന്ന ഒരു ക്യാരക്ടർ was now expressed, ഇപ്പൊ F2 കാണാൻ പറ്റി. The proportion of the plants that were dwarf were, എത്ര ആള് ഡ്വാർഫ് ഉണ്ടായിരുന്നു എന്നറിയാവോ? 1/4, 25% കുട്ടികള്, 25% ചാൻസ് ആണ് ഡ്വാർഫ് പ്ലാന്റുകൾക്ക് ചാൻസ് വന്ന് 25% പ്ലാന്റുകൾക്ക് ഡ്വാർഫ് ആവാനുള്ള ചാൻസ് ആയിരുന്നു of the F2 plants, while 3/4 of the F2 plants were tall. 75% ചാൻസ് എന്തുമായിരുന്നു? ടോൾ പ്ലാന്റുകൾക്കുമായിരുന്നു. The tall and dwarf traits were identical to their parental type and did not show any blending. ഈ ടോളും ഡ്വാർഫും ഒക്കെ അവരുടെ പാരന്റ് എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത്, അവരുടെ പാരന്റ് ഏത് ടോൾ ആയിരുന്നു അതേപോലെ തന്നെ ഏത് ഡ്വാർഫ് ആയിരുന്നോ അതേപോലെ തന്നെ ആയിരുന്നു ഈ കുഞ്ഞുങ്ങളിലും കണ്ട ടോൾനെസ്സും ഡ്വാർഫ്നെസ്സും. ദാറ്റ് ഈസ് the offsprings were either tall or dwarf. ഉണ്ടായ കുട്ടികളൊക്കെ ഒന്നുകിൽ ടോൾ ആയിരുന്നു അല്ലെങ്കിൽ എന്തായിരുന്നു? ഡ്വാർഫ് ആയിരുന്നു. അതല്ലാണ്ട് none were
ഓഫ് ഇൻ ബിറ്റ്വീൻ ഹൈറ്റ്, ഇടത്തരം ഹൈറ്റുള്ള ആരും ഉണ്ടായിരുന്നില്ല. ഇടത്തരം ഹൈറ്റുള്ള ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒന്നുകിൽ ടോളോ അല്ലെങ്കിൽ എന്തോ ആയിരുന്നു, ഡ്വാർഫോ ആയിരുന്നു. ക്ലിയർ അല്ലേ ഈ കാര്യം? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചോദിക്കണേ. ബാക്കി നോക്കാം. സിമിലർ റിസൾട്ട്, ഇതേപോലെയുള്ള റിസൾട്ട് were obtained with the other trait that he studied. അയാൾ ബാക്കി ട്രൈറ്റുകളൊക്കെ വെച്ച് പരീക്ഷണം നടത്തിയപ്പോൾ ഇതേപോലെയുള്ള റിസൾട്ട് തന്നെ കിട്ടി. അഥവാ only one of the parental trait was expressed in the F1 progeny. F1 ജനറേഷനിൽ ഒരു പാരന്റിന്റെ ക്യാരക്ടർ മാത്രം കണ്ടു. while at the F2 സ്റ്റേജ്, F2ലാണെങ്കിലോ both the traits were expressed in the proportion 3:1. F2ൽ നോക്കുന്ന സമയത്ത് രണ്ട് പാരന്റിന്റെ ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് 3:1 റേഷ്യോയിൽ. The contrasting traits did not show any blending at either F1 or F2 സ്റ്റേജ്. F1 സ്റ്റേജിലോ F2 സ്റ്റേജിലോ എന്ത് ചെയ്തിട്ടില്ല, ഒരു ബ്ലെൻഡിങ്ങും ഒരു മിക്സിംഗ് അപ്പം ക്യാരക്ടറിൽ ഉണ്ടായിട്ടില്ല. ക്യാരക്ടർ അതേപോലെ തന്നെയാണ്. F1ലുള്ള പാരന്റിന്റെ ടോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കുട്ടികളുടെ ടോളും. പാരന്റിന്റെ ഡോർഫ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് കുട്ടികളുടെ ഡോർഫും. ഇടത്തരം വലുപ്പമുള്ള ആൾക്കാരൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് മൂപ്പര് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ബാക്കി കാര്യത്തിലേക്ക് നോക്കാം. So we are moving towards the next paragraph. Okay, നോക്കണേ. ബേസ്ഡ് ഓൺ ദീസ് ഒബ്സർവേഷൻ, ഈ ഒരു കാര്യങ്ങൾ നോക്കി കഴിഞ്ഞിട്ട് ഈ ഒരു ഒബ്സർവേഷൻ മൂപ്പര് നോക്കിയ സമയത്ത് മെന്റൽ പ്രപ്പോസ്ഡ് ദാറ്റ്, മെന്റൽ ഒരു കാര്യം പറഞ്ഞു, ദാറ്റ് സംതിങ് വാസ് ബീങ് സ്റ്റേബിളി പാസ്ഡ് ഡൗൺ. എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, അൺചേഞ്ച്ഡ്, രൂപം മാറാണ്ട് ഫ്രം പാരന്റ്സ് ടു ഓഫ് സ്പ്രിങ് ത്രൂ ഗ്യാമേറ്റ്സ്. അച്ഛന്റെ അമ്മയുടെ അടുത്തു നിന്ന് കുഞ്ഞിലേക്ക് ഗ്യാമേറ്റിലൂടെ എന്തോ ഒരു സാധനം എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. ഓവർ സക്സസീവ് ജനറേഷൻ, തലമുറകളായിട്ട് പാരന്റ്സിന്റെ അടുത്തുനിന്ന് കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എന്തോ ഒരു സാധനം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. ഹി കോൾഡ് ദീസ് തിങ്സ് ആസ് ഫാക്ടേഴ്സ്. ആ സാധനത്തിന് അയാൾ വിളിച്ച പേരെന്താണ്? ഫാക്ടേഴ്സ് എന്നാണ് അയാൾ വിളിച്ചത്. അഥവാ അയാൾ പറഞ്ഞു, അച്ഛന് ടോളാണ്, കുട്ടിയും ടോളാണെങ്കിൽ അച്ഛൻ കുട്ടിയിലേക്ക് ടോളിന്റെ ഫാക്ടർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അമ്മ ഡോർഫാണ്, കുട്ടിയും ഡോർഫാണെങ്കിൽ അമ്മ കുട്ടിയിലേക്ക് ഡോർഫിനുള്ള ഫാക്ടർ കൊടുത്തിട്ടുണ്ട് എന്ന് മൂപ്പര് പറഞ്ഞു. അയാൾക്ക് ഫാക്ടർ എന്താണെന്നൊന്നും അറിയില്ല. നൗ വി കാൾ, ഇപ്പൊ നമ്മള് ദ മസ് ജീൻസ്, നമ്മളിപ്പോ ജീൻ എന്ന് വിളിക്കുന്ന സാധനമില്ലേ, ഒരാൾ ടോൾ ആണെങ്കിൽ അയാളുടെ ജീനാണ് അയാളുടെ കുട്ടിയിലേക്ക് വന്നത്. ആ സാധനത്തിന് മെന്റൽ എന്ന് വിളിച്ച പേര് ഫാക്ടേഴ്സ് എന്നാണ്. ജീൻസ്, ജീനുകള് ദെർഫോർ ആയതിനാൽ ആർ ദി യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇതാണ് ഇൻഹെറിറ്റൻസിന്റെ, ഇങ്ങനെ കാര്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജീനുകളാണ്. സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതിന്റെ യൂണിറ്റുകൾ ജീനുകളാണ്. ദേ കണ്ടെയ്ൻ, അവരുടെ കയ്യിലുണ്ട്, ദ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പ്രസ് എ പെർട്ടിക്കുലർ ട്രൈറ്റ് ഇൻ ആൻ ഓർഗാനിസം. ഒരു ജീനിന്റെ കയ്യിൽ എന്താണുള്ളത്, ആ ജീവിയുടെ മേലെ ഒരു പ്രത്യേക സ്വഭാവം കാണിക്കാനുള്ള വിവരങ്ങളാണ് ആ ജീനിന്റെ കയ്യിൽ അടങ്ങിയിരിക്കുന്നത്. ജീൻസ് വിച്ച് കോഡ് ഫോർ എ പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്സ്. ഒരു ജോഡി സ്വഭാവത്തിന്, ഒരു കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റിന്, ഉദാഹരണത്തിന് ടോള് ഡ്വാർഫ്, വയലറ്റ് വൈറ്റ്, യെല്ലോ ഗ്രീന്, ഇങ്ങനെ ഒരു ജോഡി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രൈറ്റുകൾക്ക് കോഡ് ചെയ്യുന്ന ജീനുകളെ ആർ നോൺ ആസ് അലീൽസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് അലീലുകൾ എന്നാണ്. ഉദാഹരണത്തിന്, ദേ ആർ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫോംസ് ഓഫ് ദി സെയിം ജീൻ. ഒരേ ജീനിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളെയാണ് നമ്മൾ അലീലുകൾ എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഇസ് നോൺ ആസ് അലീൽസ്. അടുത്ത പാരഗ്രാഫ്. ഇഫ് വി യൂസ് ആൽഫബറ്റിക്കൽ സിംബൽസ് ഫോർ ഈച്ച് ജീൻ, ഇങ്ങനെയുള്ള ഓരോ ജീനും നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു. ദെൻ അങ്ങനെയാണെങ്കിൽ ദ ക്യാപിറ്റൽ ലെറ്റർ ഈസ് യൂസ്ഡ് ഫോർ ദി ട്രേറ്റ് എക്സ്പ്രസ്ഡ് അറ്റ് ദി F1 സ്റ്റേജ്. F1 സ്റ്റേജിൽ പ്രകടമായ സ്വഭാവത്തിന്, F1 സ്റ്റേജിൽ എന്ത് കണ്ടോ അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. നമ്മൾ ജീനുകൾക്ക് ആൽഫബറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ F1 സ്റ്റേജിൽ കണ്ടത്, ഉദാഹരണത്തിന് ഒരു ടോൾ പ്ലാന്റിനെയും അതേപോലെ തന്നെ ഡ്വാർഫ് പ്ലാന്റിനെയും നമ്മൾ ക്രോസ് ചെയ്ത സമയത്ത്, ടോളിനെയും ഡ്വാർഫിനെയും നമ്മൾ ക്രോസ് ചെയ്ത സമയത്ത് നമുക്ക് F1ൽ കിട്ടിയത് എന്തായിരുന്നു? F1ൽ കിട്ടിയതൊക്കെ ടോൾ ആയിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ടോളിൽ പ്രസന്റ് ആയിട്ടുള്ള ജീന് നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും. ആൽഫബറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കും, ടി എന്ന് ഉപയോഗിക്കും. ആൻഡ് ദി സ്മാൾ ആൽഫബറ്റ് ഫോർ ദി അതർ ട്രൈറ്റ്. F1ൽ ഏതാണോ കാണാത്തത്, F1ൽ ഏതാ വരാത്തത്? F1ൽ ഡ്വാർഫ് ഇല്ലല്ലോ, F1ൽ ഡ്വാർഫ് ഇല്ല. അതുകൊണ്ട് ഡ്വാർഫിനെ നമ്മൾ എന്ത് വിളിക്കും? F1ൽ കാണാത്ത സ്വഭാവത്തിന് അതിലടങ്ങിയിരിക്കുന്ന ജീനിന് അല്ലെങ്കിൽ അലീലിന് നമ്മൾ ഏത് ലെറ്റർ ഉപയോഗിക്കും? സ്മാൾ ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. ഫോർ എക്സാമ്പിൾ, ഇൻ ദി കേസ് ഓഫ് ക്യാരക്ടർ ഓഫ് ഹൈറ്റ്, ഉയരത്തിന്റെ ഇത് നോക്കിയ സമയത്ത്
ക്യാപിറ്റൽ ടി ഈസ് യൂസ്ഡ് ഫോർ ടോൾ ട്രൈറ്റ്. ടോളിന് നമ്മൾ ക്യാപിറ്റൽ ടി ഉപയോഗിച്ചു. ആൻഡ് സ്മാൾ ടി ഫോർ ദി ഡ്വാർഫ്. ഡ്വാർഫിന് സ്മാൾ ടി ഉപയോഗിച്ചു. ആൻഡ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ ദി അലീൽസ് ഓഫ് ഈച്ച് അതർ. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും എന്താണ്? ഒരേ ജീനിന്റെ, ഇവർ രണ്ടുപേരും തീരുമാനിക്കുന്നത് എന്താണ്? ക്യാപിറ്റൽ ടി ആണെങ്കിലും തീരുമാനിക്കുന്നത് ഹൈറ്റ് ആണ്, ഉയരമാണ്, എന്നാൽ ഉയര കൂടുതൽ അല്ലെ. സ്മോൾ ടിയും തീരുമാനിക്കുന്നത് ഹൈറ്റ് തന്നെയാണ്, എന്നാൽ ഉയരക്കുറവ്. ഒരേ ജീനിന്റെ രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങളാണ്, ഉയര കൂടുതലും ഉയരം കുറവും. അതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയും? ഒരേ ജീനിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളായതിനെ കൊണ്ട് ക്യാപിറ്റൽ ടീനെയും സ്മോൾ ടീനെയും നമ്മൾ അലീലുകൾ എന്ന് പറയും. ഹെൻസ് ആയതിനാൽ ഇൻ പ്ലാന്റ്സ്, ചെടികളിൽ ദ പെയർ ഓഫ് അലീൽസ് ഫോർ ഹൈറ്റ് വുഡ് ബി. ഒരു ചെടിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു പ്ലാന്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, ആ പ്ലാന്റിൽ ഇതേ കണ്ടോ, ഇങ്ങനെ ക്രോമസോംസ് ഇരിക്കുന്ന സമയത്ത്, ക്രോമസോംസ് എല്ലാം ജോഡിയായിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാലോ. ഇങ്ങനെ ജോഡിയായിട്ട് ക്രോമസോംസ് ഇരിക്കുന്ന സമയത്ത് അലീൽ ഫോർ ഹൈറ്റ്, ഉയരത്തിനുള്ള അലീൽ എന്ന് പറയുവാണെങ്കിൽ ചില പ്ലാന്റുകളിൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ചില പ്ലാന്റുകളിൽ രണ്ട് ക്രോമസോമിലും ക്യാപിറ്റൽ ടി ആയിരിക്കും ഉണ്ടാവുക. ചില പ്ലാന്റുകളിലാണെങ്കിലോ രണ്ട് ക്രോമസോമിലും, ചില പ്ലാന്റുകളിലാണെങ്കിൽ ഒരു ക്രോമസോമിൽ ക്യാപിറ്റൽ ടിയും ഒരു ക്രോമസോമിൽ എന്തുമായിരിക്കും ഉണ്ടാവുക? സ്മാൾ ടിയും ആയിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിലോ രണ്ട് ക്രോമസോമിലും ഏത് കണ്ടീഷൻ വരാം? രണ്ട് ക്രോമസോമിലും സ്മാൾ ടി ഉള്ള കണ്ടീഷനും വരാം. ഇങ്ങനെയായിരിക്കും ചെടികൾ ഉണ്ടാവുക. ഈ രീതിയിലാണ് ചെടികൾ ഉണ്ടാവുക. ക്യാപിറ്റൽ ടിയോ ക്യാപിറ്റൽ ടി സ്മോൾ ടിയോ കണ്ടീഷനാണ് ഉണ്ടാവുക. മെന്റൽ ആൾസോ പ്രപ്പോസ്ഡ്, മെന്റൽ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇൻ എ ട്രൂ ബ്രീഡിംഗ്, ഒരു ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്, ഓർമ്മയുണ്ടല്ലോ ഫസ്റ്റ് വീഡിയോയിൽ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. എത്ര തലമുറ നമ്മൾ ക്രോസ് നടത്തി നോക്കിക്കഴിഞ്ഞാലും അതേ ഫീനോടൈപ്പ് തന്നെ വരുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ്, അതേ സ്വഭാവം തന്നെ കാണിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നവരാണ് ട്രൂ ബ്രീഡിംഗ്. ഇൻ എ ട്രൂ ബ്രീഡിംഗ് ടാൾ ഓർ ഡ്വാർഫ് പീ വെറൈറ്റി, the allelic pair of a gene for height are identical or homozygous. മെന്റൽ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. മെന്റൽ പറഞ്ഞേക്കുന്ന കാര്യമാണ്. മെന്റൽ പറഞ്ഞേക്കുന്ന കാര്യം എന്താണ്? ഒരു ട്രൂ ബ്രീഡിംഗ് പ്ലാന്റില്, അത് ടോൾ ആയിരിക്കട്ടെ അല്ലെങ്കിൽ ഡ്വാർഫ് ആയിരിക്കട്ടെ, ഒരു ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് അത് ടോൾ ആയിരിക്കട്ടെ ഡ്വാർഫ് ആയിരിക്കട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ടോൾ ആയാലും ഡ്വാർഫ് ആയാലും അത് ട്രൂ ബ്രീഡിംഗ് ആണെങ്കിൽ അതിന്റെ രണ്ട് ക്രോമസോമിലും ഒരേ അലീലുകളായിരിക്കും ഉണ്ടാവുക. രണ്ട് ക്രോമസോമിലും ഒരേ അലീലുകൾ വരികയാണെങ്കിൽ നമുക്ക് ആ പ്ലാന്റിന് എന്ത് പറയാം? ഹോമോസൈഗസ് എന്ന് പറയാം. രണ്ട് ക്രോമസോമിലും ഒരേ അലീല് വരികയാണെങ്കിൽ നമുക്കതിനെ ഹോമോസൈഗസ് എന്ന് പറയാം. അപ്പൊ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ് ആണെങ്കിൽ അത് എന്തായിരിക്കും? ഹോമോസൈഗസ് ആയിരിക്കും. ഇത് മെന്റൽ പറഞ്ഞിട്ടുണ്ട്, ഹോമോസൈഗസ്. എന്നാലല്ലേ എത്ര തലമുറ ക്രോസ് നടത്തിയാലും അവർക്ക് ഒരേ ഫീനോടൈപ്പിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി, അത് ക്ലിയർ ആയി. അടുത്ത പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. When we are moving to the next point, ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരിക്കും. ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി ആർ കോൾഡ് ദ ജീനോടൈപ്പ്. ഈ ക്യാപിറ്റൽ ടിനെയും സ്മോൾ ടിനെയും നമുക്ക് എന്ത് പറയാം? ജീനോടൈപ്പ് എന്ന് പറയാം ഓഫ് ദി പ്ലാന്റ്. പ്ലാന്റിന്റെ ജീനോടൈപ്പ്, ജീനുകളാണല്ലോ അത്, അതുകൊണ്ട് അതിനെ നമുക്ക് ജീനോടൈപ്പ് എന്ന് പറയാം. While the descriptive terms ക്യാപിറ്റൽ ടി ടോൾനെസിനെയും സ്മോൾ ടി ഡ്വാർഫ്നെസിനെയാണല്ലോ കാണിക്കുന്നത്, അവർ പ്രകടമാക്കുന്ന സ്വഭാവത്തിനെ ആർ ദി ഫീനോടൈപ്പ്. അപ്പോൾ ഒരു ജീവി പുറത്ത് കാണിക്കുന്ന സ്വഭാവത്തിന് ഫീനോടൈപ്പ് എന്നും ആ ജീവിയുടെ ഉള്ളിലുള്ള ജീനുകളെ നമുക്ക് ജീനോടൈപ്പ് എന്നും പറയാം. What then would be the phenotype of a plant that had a genotype capital T small t? ഇപ്പൊ അടുത്ത ഡൗട്ട് ഇതാണ്, ഒരു പ്ലാന്റിന് ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നാൽ എന്തായിരിക്കും സ്വഭാവം കാണിക്കുക? ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുമ്പോൾ ഈ ക്യാപിറ്റൽ ടി എന്തിനെ തീരുമാനിച്ച അലീലാണ്? ക്യാപിറ്റൽ ടി ടോളിനെ തീരുമാനിച്ച അലീലാണ്. സ്മോൾ ടി എന്ന് പറയുന്നത് എന്തിനെ തീരുമാനിച്ച അലീലാണ്? ഡ്വാർഫിനെയും തീരുമാനിച്ച അലീലാണ്. അപ്പൊ ഒരു പ്ലാന്റിൽ ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ സ്മോൾ ടിയും ചേർന്ന് വരുവാണെങ്കിൽ, ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും ചേർന്ന് വരുവാണെങ്കിൽ അതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? അതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ. അതിനുള്ള ആൻസർ ആണ് നമ്മൾ അടുത്ത പാരഗ്രാഫിൽ പറയാൻ വേണ്ടി പോണത്. സോ ഞാൻ അടുത്ത പാരഗ്രാഫ് എടുക്കുവാണ്. ലിസൺ, ഹിയർ ഇറ്റ് ഈസ് ദി നെക്സ്റ്റ് പാര. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് ദാറ്റ്. റെഡി, ലിസൺ. ഓക്കെ, ആസ് മെന്റൽ ഫൗണ്ട്, മെന്റൽ കണ്ടുപിടിച്ച കാര്യമാണ് ദ ഫീനോടൈപ്പ് ഓഫ് ദി F1 ഹെട്രോസൈഗോട്ട്. F1 ഹെട്രോസൈഗോട്ടിന്റെ ഫീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി
ടു ബി എക്സാക്ട്ലി ലൈക്ക് ദ ക്യാപിറ്റൽ ടി പാരന്റ് ഇൻ അപ്പിയറൻസ്. ഇപ്പൊ മെന്റൽ ചെയ്തിരുന്ന എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? മെന്റൽ ചെയ്തിരുന്ന എക്സ്പെരിമെന്റ് മെന്റൽ ഒരു ടോൾ പ്ലാന് തെരഞ്ഞെടുത്തു അല്ലെ? ഒരു ടോൾ പ്ലാന് തെരഞ്ഞെടുത്തു. അതേപോലെ തന്നെ ആരും തെരഞ്ഞെടുത്തു? ഒരു ഡ്വാർഫ് പ്ലാനെയും തെരഞ്ഞെടുത്തു. ടോളിനെയും ഡ്വാർഫിനെയും തെരഞ്ഞെടുത്തു. ടോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ടി ആണ്. ഡ്വാർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ടി ആണ്. ട്രൂ ബ്രീഡിംഗ് ആയതിനെ കൊണ്ട് സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ ടി ആണ്. ഇവിടുന്ന് ഗ്യാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു. ഹാഫ് മാത്രമാണ് ഗ്യാമേറ്റിൽ ഉണ്ടാവുക, നമുക്ക് എല്ലാവർക്കും അറിയാം. സ്മോൾ ടി ഹാഫ് മാത്രമാണ് ഗ്യാമേറ്റിലേക്ക് പോവുക. ഒരാളുടെ ജീനുകളുടെ പകുതി മാത്രമാണല്ലോ കുഞ്ഞിലേക്ക് കൊടുക്കുക. അങ്ങനെ രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടാവുകയാണ്. ഇവിടെ F1 ഉണ്ടായ സമയത്ത് നമ്മൾ മെന്റലിന്റെ എക്സ്പെരിമെന്റിൽ നമ്മൾ നോക്കിയിരുന്നു. F1 ഉണ്ടായ സമയത്ത് F1 കിട്ടിയത് മൊത്തം നമുക്ക് എന്തായിരുന്നു? ടോൾ ആയിരുന്നു F1 നമുക്ക് കിട്ടിയത്. സോ മെന്റൽ കണ്ടുപിടിച്ച കാര്യമാണ് F1 കിട്ടിയേക്കുന്ന കുട്ടികൾക്ക് മൊത്തം F1 ഹെറ്ററോസൈഗോട്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെങ്കിലും കൂടെ അത് ആരെപ്പോലെയാണ് അപ്പിയറൻസിൽ? ക്യാപിറ്റൽ ടി പോലെ തന്നെയാണ്. അയാൾ എന്ത് ചെയ്തു? ഹി പ്രപ്പോസ്ഡ് ദാറ്റ്, അയാൾ ഒരു കാര്യം പറഞ്ഞു. ഇൻ എ പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടേഴ്സ്, രണ്ട് ഡിസിമിലർ ആയ ഫാക്ടേഴ്സ് ഇരിക്കുകയാണെങ്കിൽ, ഒരു ജീവിയുടെ മേലെ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഒരു ജീവിയുടെ മേലെ ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഒരു ജീവിയുടെ മേലെ രണ്ട് ഡിസിമിലർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വൺ ഡോമിനേറ്റ്സ് ദി അതർ, ഒന്ന് മറ്റതിനെ ഡോമിനേറ്റ് ചെയ്യും. ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്നിട്ടും കൂടെ ക്യാപിറ്റൽ ടി മാത്രമല്ലേ എക്സ്പ്രസ് ചെയ്തുള്ളൂ, സ്മോൾ ടിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ക്യാപിറ്റൽ ടി സ്മോൾ ടി വന്ന സമയത്ത് ക്യാപിറ്റൽ ടി മാത്രമേ കാണിച്ചുള്ളൂ സ്വഭാവം, സ്മോൾ ടിയുടെ സ്വഭാവം ഇവിടെ കാണിച്ചില്ലല്ലോ. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മറ്റതിനെ ഡോമിനേറ്റ് ചെയ്യും. ആൻഡ് ഹെൻസ് ഈസ് കാൾഡ് ദ ഡോമിനന്റ് ഫാക്ടർ. ആരാണോ ഡോമിനേറ്റ് ചെയ്തത് അയാളെ ഡോമിനന്റ് ഫാക്ടർ എന്ന് വിളിക്കും. വൈൽ ദ അതർ ഫാക്ടർ ഈസ് റെസസീവ്. ആരാണോ കാണപ്പെടാത്തത് അയാളെ നമ്മൾ റെസസീവ് എന്നും വിളിക്കും. ഇപ്പം മെന്റലിന്റെ ഈ എക്സ്പെരിമെന്റ് നോക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആള് ഡോമിനന്റും, ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ആള് ഡോമിനന്റും, സ്മോൾ ടി എന്ന് പറയുന്ന ആൾ എന്തുവാണ്? റെസസീവുമാണ്. ഡോമിനന്റിന്റെ സ്വഭാവം മാത്രമേ ചെടി കാണിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ജീവികൾ കാണിക്കുകയുള്ളൂ. ഇൻ ദിസ് കേസ്, ഈ ഒരു കേസിൽ ക്യാപിറ്റൽ ടി അതായത് ഫോർ ടോൾനെസ് ഈസ് ഡോമിനന്റ് ഓവർ സ്മോൾ ടി അതായത് ഡ്വാർഫ്നെസ്. ഡ്വാർഫ്നെസിന്റെ മേലെ ടോൾനെസ് എന്താണ്? ഡോമിനന്റ് ആണ്. ദാറ്റ് ഈസ് റെസസീവ്. ഡ്വാർഫ്നെസ് റെസസീവ് ആണ്. ഹി ഒബ്സർവ്ഡ്, അയാൾ കണ്ടുപിടിച്ചു, ഐഡന്റിക്കൽ ബിഹേവിയർ ഫോർ ഓൾ അതർ ക്യാരക്ടേഴ്സ് ഓർ ട്രേറ്റ് പെയേഴ്സ് ദാറ്റ് ഈസ് സ്റ്റഡീഡ്. ഇയാൾ പഠിച്ച 7 ജോഡികളിലും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് മൂപ്പർക്ക് മനസ്സിലായി. It is convenient and logical to use the capital and lower case of an alphabetic symbol or alphabetic symbol in the capital and small letter to remember this concept of dominance and recessiveness. ഡോമിനൻസിനെയും റെസസീവിനെയും നമുക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡോമിനന്റിനെ ക്യാപിറ്റൽ ലെറ്ററും റെസസീവിനെ സ്മോൾ ലെറ്ററും കൊടുക്കാം. ഒരിക്കലും ഡു നോട്ട് യൂസ് ക്യാപിറ്റൽ ടി ഫോർ ടോള്. ക്യാപിറ്റൽ ടി ടോളിന് ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ ഡ്വാർഫിന് നമ്മൾ എന്താണ്? ഡിയും സ്മോൾ ഡിയും കൊടുക്കാന്ന് വിചാരിച്ചോ, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ആൻഡ് സ്മോൾ ഡി ഫോർ ഡ്വാർഫ് ബിക്കോസ് യു വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു റിമെമ്പർ വെദർ ക്യാപിറ്റൽ ഡി ആൻഡ് സ്മോൾ ഡി ആർ അലീൽസ് ഓഫ് ദി സെയിം ജീൻ. ഇത് രണ്ടും ഒരേ ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളാണോ എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ കൺഫ്യൂഷൻ ആവും. ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും കാണുമ്പോൾ ഒരേ ജീനിന്റെ രണ്ട് വ്യത്യസ്ത രൂപങ്ങളാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ക്യാപിറ്റൽ എയും സ്മോൾ എയും ക്യാപിറ്റൽ ഡബ്ല്യുവും സ്മോൾ ഡബ്ല്യു ഒക്കെ നോക്കുമ്പോൾ ഒരേ ജീനിന്റെ വ്യത്യസ്ത രൂപങ്ങളാണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അലീൽസ് ക്യാൻ ബി സിമിലർ. അലീലുകൾ സിമിലർ ആണ്. ആസ് ഇൻ ദി കേസ് ഓഫ് ഹോമോസൈഗോട്സ് ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി, ഓർ ക്യാൻ ബി ഡിസിമിലർ ആസ് ഇൻ ദ കേസ് ഓഫ് ഹെറ്ററോസൈഗോട്സ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. സോ ഒരു ജീവിയുടെ മേലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള അലീലുകൾ ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കാം. ഒരേപോലെയാണെങ്കിൽ നമ്മൾ അവരെ വിളിക്കുന്ന പേരെന്താണ്? ഹോമോസൈഗസ് എന്ന് പറയാം. ഒരേപോലെ ആയിരിക്കാം, നമുക്കതിനെ ഹോമോസൈഗസ് എന്ന് പറയാം. അല്ലെങ്കിൽ വ്യത്യസ്ത രൂപത്തിലായിരിക്കാം അലീല്. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹെറ്ററോസൈഗസ് എന്നാണ്. അപ്പൊ ഹോമോസൈഗസ് കണ്ടീഷനും ഹെറ്ററോസൈഗസ് കണ്ടീഷനും ആര് കാണിക്കുന്നുണ്ട്? ലിവിങ് ഓർഗാനിസംസ് കാണിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ അടുത്ത പാരഗ്രാഫിലേക്ക് പോവാണ്. ഓക്കെ, ലിസൺ. So we are moving towards the next paragraph. Okay. So നോക്കൂ, since the capital T small t plant is heterozygous for genes controlling one character. ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഹെറ്ററോസൈഗസ് ആണ്. ഇറ്റ് ഈസ് എ
it is a monohybrid, and the cross between capital T and small t is a monohybrid cross. ഇപ്പൊ നമ്മൾ ചെയ്ത ക്രോസിനെ നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് വിളിച്ചത്? ഇവിടെ നമ്മൾ ചെയ്തേക്കുന്ന ക്രോസിൽ ഒരു ക്യാരക്ടർ മാത്രമാണ് നമ്മൾ പരിഗണിച്ചത്, അല്ലെ? ഒരു ക്യാരക്ടർ മാത്രമേ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ. ഉദാഹരണത്തിന് ടോളും അതേപോലെ തന്നെ ഡ്വാർഫും രണ്ട് ട്രേറ്റുകളാണ്. അഥവാ ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രമല്ലേ നമ്മൾ നോക്കിയത്? ഹൈറ്റ് എന്ന് പറയുന്ന ക്യാരക്ടർ മാത്രം നോക്കിയിട്ടല്ലേ ഈ ക്രോസ് നമ്മൾ നടത്തിയത്. ആ പ്ലാന്റുകൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല. നമ്മൾ ഉയരം വെച്ച് മാത്രമാണല്ലോ ക്രോസ് നടത്തിയത്. ഉയരം മാത്രമല്ലേ നമ്മൾ നോക്കുന്നത്. അങ്ങനത്തെ ക്രോസിനെ നമുക്ക് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാം. എന്നാൽ രണ്ട് സ്വഭാവം നോക്കുന്നുണ്ടെങ്കിലോ അത് ഡൈഹൈബ്രിഡ് ക്രോസ് ആയിരിക്കും, അല്ലെ? ഉദാഹരണത്തിന് ഇവിടെ പ്ലാന്റിന്റെ ഉയരവും പൂവിന്റെ നിറവും നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഡൈഹൈബ്രിഡ് ക്രോസ് ആവും. ഇപ്പൊ നമ്മൾ അതിനെ മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുന്നത്. From the observation, ഈ ഒബ്സർവേഷനിൽ നിന്ന് that the recessive parental trait is expressed without any blending in the F2 generation. F1 ജനറേഷനിൽ കാണാത്ത recessive പാരന്റിന്റെ ക്യാരക്ടർ F2-ൽ ഒരു മിക്സിംഗും ഇല്ലാണ്ട് കാണാൻ പറ്റി എന്നുള്ളതിനെ കൊണ്ട് we can infer that നമുക്ക് എന്ത് പറയാം? When the tall and dwarf plant produce gamete, ടോളും ഡാർഫും പ്ലാന്റ് ഗാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് by the process of meiosis വഴിയാണല്ലോ ഗാമേറ്റ് ഉണ്ടാക്കുക. The alleles of the parental pair separate or segregate. അച്ഛന്റെ അടുത്തുള്ള അലീലുകൾ, ഇതാണ് അച്ഛന്റെ അടുത്തുള്ള അലീൽ എന്ന് വിചാരിച്ചോ. ഇത് അച്ഛനാണ്, ക്യാപിറ്റൽ ടി ആണ് അച്ഛൻ എന്ന് വിചാരിച്ചോ. ഇത് അച്ഛനാണ്, ക്യാപിറ്റൽ ടി ആണ്, ഓക്കെ. ഇത് അമ്മയാണ്, ഇത് അമ്മയുടെ അടുത്ത് എന്താ ഉള്ളത്? അമ്മയുടെ ക്രോമസോമില് സ്മോൾ ടി ആണ്. അപ്പോ ഇവർ ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, അച്ഛൻ ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പകുതി മാത്രമായിരിക്കും ഗ്യാമേറ്റിലേക്ക് അച്ഛൻ കൊടുക്കുക, ക്യാപിറ്റൽ ടി. അമ്മ ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് അമ്മയും ഒരു പകുതി മാത്രമായിരിക്കും ഗ്യാമേറ്റിലേക്ക് കൊടുക്കുക, ക്യാപിറ്റൽ സ്മോൾ ടി മാത്രം. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നിട്ടാണ് ഈ ഗ്യാമേറ്റും കൂടെ കൂടി ചേർന്നിട്ടാണ് ആരുണ്ടാവുന്നത്? കിഡ് ഉണ്ടാവുന്നത്. സോ കിഡിന്റെ കയ്യിൽ എന്ത് പ്രസന്റ് ആയിരിക്കും? കിഡിന്റെ ക്രോമസോമില് ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ സ്മോൾ ടിയും ആയിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്. സോ by the process of മിയോസിസിന്റെ സമയത്ത് ഗ്യാമേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാം? ഈ പറയുന്ന ജോഡി സെപ്പറേറ്റ് ചെയ്തിട്ട് from each other and only one allele is transmitted to one gamete. ഒരു ഗ്യാമേറ്റിലേക്ക് ഒരു അലീൽ മാത്രമേ പോകുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. This segregation of alleles is a random process. ഈ segregation ഒരു റാൻഡം പ്രോസസ് ആണ്. കറക്റ്റ് ഇന്നത് തന്നെ പോകുമെന്നൊന്നും ഉറപ്പില്ല. And so there is a 50% chance of a gamete containing either alleles. ഓരോ ഗ്യാമേറ്റിനും 50% ചാൻസ് ആണുള്ളത് ഏത് അലീലാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോവുക എന്നുള്ളതിന്. ഫോർ എക്സാമ്പിൾ, ഈ ഒരു അലീലിന്റെ കേസ് നോക്കി, ഈ ഒരു ഗ്യാമേറ്റിന്റെ കേസ് നോക്കിക്കേ. ഈ ഗ്യാമേറ്റിലേക്ക് ഒന്നുകിൽ ഇയാൾക്ക് വരാം അല്ലെങ്കിൽ ഇയാൾക്ക് വരാം. ആരാ വരിക എന്നുള്ളത് നമുക്ക് ഉറപ്പില്ല. 50% ചാൻസ് ആണ് രണ്ടുപേരിലും ഒരാൾക്ക് വരാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? അതാണ് ആ പോയിന്റ്. As has been verified by the results of crossing എല്ലാം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമാണത്. In this way, ഈ രീതിയിൽ, the gamete of the tall capital T plant have the allele capital T. capital T പ്ലാന്റിന്റെ അലീലിൽ capital T മാത്രമേ കാണുള്ളൂ. And the gamete of the dwarf small t plants have the allele small t പ്ലാന്റിന്റെ അലീലിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? സ്മോൾ ടി എന്ന് പറയുന്ന സിംഗിൾ വണ്ണ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഡ്യൂറിംഗ് ഫെർട്ടിലൈസേഷൻ രണ്ടും കൂടെ കൂടിച്ചേരുന്ന സമയത്ത് ഓഫ് ടു അലീൽസ്, ക്യാപിറ്റൽ ടി ഫ്രം വൺ പാരന്റ്, ഒരു പാരന്റിൽ നിന്ന് വരുന്ന ക്യാപിറ്റൽ ടി, അത് മെയിൽ ആയിരുന്ന ത്രൂ പൊള്ളൻ ഗ്രെയിനിലൂടെ, ആൻഡ് സ്മോൾ ടി ഫ്രം ദി അതർ പാരന്റ്, രണ്ടാമത്തെ പാരന്റ് അടുത്ത് നിന്ന് വരുന്ന സ്മോൾ ടി, ദെൻ ത്രൂ ദ എഗ്, അത് എഗ് വഴിയാണ്, ഓവം വഴിയാണ് വരിക. ആർ യുണൈറ്റഡ്, രണ്ടും കൂടെ കൂടിച്ചേരുവാണ് ടു പ്രൊഡ്യൂസ് സൈഗോട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഹൗ വൺ ക്യാപിറ്റൽ ടി അലീൽ ആൻഡ് വൺ സ്മോൾ ടി അലീല്, അവർക്ക് ഒരു ക്യാപിറ്റൽ ടി അലീലും ഒരു സ്മോൾ ടി അലീലുമാണ് ആ കുഞ്ഞില് പ്രസന്റ് ആയിട്ടുള്ളത്. ഇത്രയും ക്ലിയർ ആണല്ലോ? റെഡിയാണ്. I'm going towards the next. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, സോ നോക്കിക്കോ. The
In other words, വേറൊരു വിധത്തിൽ പറയുവാണെങ്കിൽ, in other words, the hybrids have capital T, small t. F1ലുള്ള ഹൈബ്രിഡിന് ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഉണ്ട്. ക്യാപിറ്റൽ ടി ഒരു വാരന്റ് എന്ന് വന്നത്, സ്മോൾ ടി അടുത്ത വാരന്റ് എന്ന് വന്നത്. സിൻസ് ആയതിനാൽ these hybrids contain alleles which express കോൺട്രാസ്റ്റിംഗ് ട്രൈറ്റ്. ഇവരുടെ കയ്യിലുള്ള അലീലുകൾ ഓപ്പോസിറ്റ് ട്രൈറ്റ് അല്ലേ കാണിക്കുന്നത്? ക്യാപിറ്റൽ ടി ടോളിനും സ്മോൾ ടി ഡ്വാർഫിനും ഉള്ളതല്ലേ. അവർ രണ്ടുപേരും വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവരല്ലേ. അതുകൊണ്ട് ദി പ്ലാന്റ്സ് ആർ ഹെറ്ററോസൈഗസ്. അങ്ങനെ ഉണ്ടായ ചെടികളെ നമുക്ക് ഹെറ്ററോസൈഗസ് എന്ന് പറയാം. ദി പ്രൊഡക്ഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ബൈ ദ പാരന്റ്സ്, അച്ഛനമ്മമാർ ഗ്യാമീറ്റ് ഉണ്ടാക്കുന്നത്. ദ ഫോർമേഷൻ ഓഫ് ദി സൈഗോട്ട് ഉണ്ടാക്കുന്നത്. ദ F1 ആൻഡ് F2 പ്ലാന്റ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം എ ഡയഗ്രാം. ഇതെല്ലാം നമുക്കൊരു ഡയഗ്രാം വെച്ചിട്ടും കൂടെ മനസ്സിലാക്കാം. അതിന് വിളിക്കുന്ന പേര് പന്നെറ്റ് സ്ക്വയർ എന്നാണ്. ആ സ്റ്റോൺ ഇൻ ഫിഗർ 4.4 ഇതാണ് പന്നെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയർ. ഈ പന്നെറ്റ് സ്ക്വയർ വരച്ചിട്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അത് കണ്ടുപിടിക്കാൻ പറ്റും. It was developed by ആരാ ഡെവലപ്പ് ചെയ്തത്? ബൈ എ ബ്രിട്ടീഷ് ജനറ്റിസിസ്റ്റ് റെജിനാൾഡ് സി പന്നെറ്റ് ആണ് ഇത് കണ്ടുപിടിച്ചത്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇതൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ടു കാൽക്കുലേറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്പ് ഓഫ് എ ഓഫ് സ്പ്രിങ്സ് ഇൻ എ ജനറ്റിക് ക്രോസ്. ഒരു ക്രോസ് നമ്മൾ നടത്തുമ്പോൾ, ഉദാഹരണത്തിന് ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ സ്മോൾ ടി പ്ലാന്റിനെ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് കൊണ്ട് ക്രോസ് ചെയ്യുവാണെന്ന് വിചാരിച്ചു. അപ്പൊ 50% അലീലുകൾക്ക് ക്യാപിറ്റൽ ടി കാണാൻ ചാൻസ് ഉണ്ട്. 50% ഗ്യാമീറ്റുകൾക്ക് സ്മോൾ ടി അലീലും കാണാൻ ചാൻസ് ഉണ്ട്. ഇവിടെയും 50% അമ്മ ഉണ്ടാക്കുന്നതിലും 50% ഗ്യാമീറ്റുകളിൽ ക്യാപിറ്റൽ ടി കാണാൻ ചാൻസ് ഉണ്ട്. 50% സ്മോൾ ടി കാണാൻ ചാൻസ് ഉണ്ട്. ഇവർക്ക് ഉണ്ടാകുന്ന കുട്ടികളിലെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു ഒരു സ്ക്വയർ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ, ഇവർക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ നമുക്കൊരു സ്ക്വയറിൽ പന്നെറ്റ് സ്ക്വയറിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുവാണെങ്കിൽ, ഫാദർ ഉണ്ടാക്കുന്ന അലീൽ എടുത്ത് ഇവിടേക്ക് എഴുതണം ക്യാപിറ്റൽ ടി. ഫാദർ ഉണ്ടാക്കുന്ന 2 അലീല്, മദർ ഉണ്ടാക്കുന്ന 2 അലീലും ഇങ്ങോട്ട് എടുത്ത് എഴുതണം. എന്നിട്ട് നമുക്ക് അതിന്റെ ഉള്ളിൽ രണ്ടും കൂടെ ക്രോസ് ചെയ്തിട്ട് എഴുതിയാൽ മതി. ക്യാപിറ്റൽ ടി കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ക്യാപിറ്റൽ ടി സ്മോൾ ടി കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സ്മോൾ ടി കുട്ടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്കതൊരു സ്ക്വയറിലും കൂടെ റെപ്രസെന്റ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് പന്നെറ്റ് സ്ക്വയർ എന്ന്. ദ പോസിബിൾ ഗ്യാമേറ്റ്സ് ആർ റിട്ടൺ ഓൺ 2 സൈഡ്. ഏതൊക്കെ ഗ്യാമേറ്റ് ആണോ ഉണ്ടാവുക അത് 2 സൈഡിലും നമ്മൾ എഴുതും. യൂഷ്വലി ദ ടോപ്പ് റോസ് ആൻഡ് ലെഫ്റ്റ് കോളംസ്, മേലെയുള്ള റോയിലും താഴെയുള്ള കോളത്തിലും നമ്മൾ എഴുതും. ഓൾ പോസിബിൾ കോമ്പിനേഷൻസ് ആർ റെപ്രസെന്റഡ് ഇൻ ബോക്സസ്. എന്നിട്ട് പോസിബിൾ ആയിട്ടുള്ള കോമ്പിനേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഈ ബോക്സിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യും. ബിലോ ദ സ്ക്വയേഴ്സിന്റെ ഉള്ളിൽ വിച്ച് ജനറേറ്റ് എ സ്ക്വയർ ഔട്ട്പുട്ട് ഫോം. അതാണ് നമുക്ക് പന്നെറ്റ് സ്ക്വയർ ആയിട്ട് ഈ രീതിയിൽ നമുക്ക് കിട്ടുക. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പന്നെറ്റ് സ്ക്വയറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കിക്കേ, എത്ര ടോൾ ആണുള്ളത്, എത്ര ഡോർഫ് ആണുള്ളത് എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇത് രണ്ടും കൂടെ ക്രോസ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി ഇതേ കണ്ടോ ടോള്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി അതും ടോൾ ആയിരിക്കും. ക്യാപിറ്റൽ ടി സ്മോൾ ടി അത് വീണ്ടും ടോൾ ആയിരിക്കും. സ്മോൾ ടി എന്തായിരിക്കും? അത് ഡോർഫ് ആയിരിക്കും അല്ലെ, ഡോർഫ് ആയിരിക്കും. അപ്പൊ ഫീനോടൈപ്പിക് റേഷ്യോ നോക്കുവാണെങ്കിൽ ഫീനോടൈപ്പിന്റെ റേഷ്യോ ടോൾ ഈസ് ടു ഡോർഫ് 3:1 നമുക്ക് കിട്ടും. അതേപോലെ ജീനോടൈപ്പിന്റെ റേഷ്യോ നോക്കുവാണെങ്കിലോ ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെയ്യുന്ന സമയത്ത് 1:2:1 നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പന്നെറ്റ് സ്ക്വയർ എന്ന് പറയുന്ന സാധനം. പന്നെറ്റ് സ്ക്വയർ വെച്ചിട്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീനോടൈപ്പിന്റെ പോസിബിലിറ്റി നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണ്. സോ വി ആർ മൂവിങ് ടുവാർഡ്സ് ദി നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. റെഡി? ദി പന്നെറ്റ് സ്ക്വയർ ഷോസ്, പന്നെറ്റ് സ്ക്വയറിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ഷോസ് ദ പാരന്റൽ ക്യാപിറ്റൽ ടി മെയിലിനെ കാണാം, ആൻഡ് സ്മോൾ ടി ഡ്വാർഫിനെയും കാണാം. ദി ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസർ, അതിൽ ഉണ്ടായിരിക്കുന്ന ഗ്യാമേറ്റ്സുകളെ നമുക്ക് കാണാം. ബൈ ദം ആൻഡ് ദ F1 പ്രോജനി, അവിടെ ഉണ്ടായിരിക്കുന്ന F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി കുട്ടികളെയും നമുക്ക് കാണാം. ദ F1 പ്ലാന്റ്സ് ഓഫ് ദി ജീനോടൈപ്പിലെ F1 പ്ലാന്റിനെ ആർ സെൽഫ് പോളിനേസ്. നമ്മൾ എന്ത് ചെയ്തു? സെൽഫ് പോളിനേറ്റ് ചെയ്യുവാണ്. ക്യാപിറ്റൽ ടി ആദ്യം എന്ത് ചെയ്യുവാണ്? ആദ്യം ഒരു ടോളിനെ എടുക്കുവാണ്. ടോള് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ നമ്മൾ ഡോർഫിനെ എടുക്കുവാണ്. ടോള് ക്യാപിറ്റൽ ടി ആണ്. ഡോർഫ് സ്മോൾ ടി ആണ്. ക്യാപിറ്റൽ ടി ഗ്യാമേറ്റ് വരുവാണ്, സ്മോൾ ടി ഗ്യാമേറ്റ് വരുവാണ്, കൂടിച്ചേരുവാണ്, ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടുവാണ്. ഇതാണ് F1. ഇത് F1 ആണ്. F1 കിട്ടിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുവാണ്? സെൽഫിംഗ് ഓഫ് F1 നടത്തുവാണ്. F1ന്റെ സെൽഫിംഗ് നടത്തുവാണ്. F1ന്റെ സെൽഫിംഗ് എന്ന് പറയുമ്പോൾ F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. അതിനെ തന്നെ ക്യാപിറ്റൽ ടി സ്മോൾ ടി കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്യുവാണ്. ദ സിംബൽസ്, ഈ സിംബൽ നോക്ക്, ഈ സിംബൽ ഇങ്ങനെയുള്ള സിംബല് ആൻഡ്
this symbol, ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് are used to denote the females-നെയും and the males female-നെയും male-നെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിംബലുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് of the F1 generationൽ respectively. The F1 plants of the genotype capital T small t when self pollinated, ഈ F1 നമ്മൾ സെൽഫ് പോളിനേറ്റ് ചെയ്യുന്ന സമയത്ത് produce gametes of the genotype capital T and small t in equal proportion. ഇവിടുന്ന് വരുന്ന ഗാമേറ്റ് എങ്ങനെ ഉണ്ടാവും? ഇവിടുന്ന് ക്യാപിറ്റൽ ടി ഉണ്ടാവും, അതേപോലെ തന്നെ സ്മോൾ ടി ഉണ്ടാവും, 50-50 ചാൻസ് ഇൻ ഈക്വൽ പ്രൊപ്പോർഷൻ. വെൻ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് അതേപോലെ തന്നെ ഇവിടുന്ന് വന്നിട്ടുണ്ടാവും, ഇവിടുന്നും ക്യാപിറ്റൽ ടി ഗാമേറ്റും വന്നിട്ടുണ്ടാവും, ഇവിടുന്നും സ്മോൾ ടി ഗാമേറ്റും വന്നിട്ടുണ്ടാവും. When fertilization takes place, ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് the pollen grain of the genotype capital T എന്ന് പറയുന്ന ഈ സാധനത്തിന് have a 50% chance to pollinate egg of the genotype capital T as well as of the genotype small t. ഈ capital T എന്ന് പറയുന്ന ആൾക്ക്, ഈ capital T എന്ന് പറയുന്ന പൊള്ളന് ക്യാപിറ്റൽ ടീന്റെ കൂടെയും കൂടിച്ചേരാൻ പറ്റും, അതേപോലെ തന്നെ ആരുടെ കൂടെയും കൂടിച്ചേരാൻ പറ്റും, സ്മോൾ ടീന്റെ കൂടെയും കൂടിച്ചേരാൻ പറ്റും. അതേപോലെ തന്നെ എങ്ങനെയും നമുക്ക് കാണാം, ആൾസോ ദി പൊള്ളൻ ഗ്രേൻസ് ഓഫ് ദ ജീനോടൈപ്പ് സ്മാൾ ടി ഹാവ് എ 50% ചാൻസ്. ഈ സ്മോൾ ടി എന്ന് പറയുന്ന ആൾക്കും 50% ചാൻസ് ആണുള്ളത് ക്യാപിറ്റൽ ടീന്റെ കൂടെ കൂടിച്ചേരാന്, 50% ചാൻസ് ആണ് സ്മോൾ ടീന്റെ കൂടെയും കൂടിച്ചേരാനുള്ളത്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്. ഓക്കെ, വി ആർ മൂവിങ് ടുവാർഡ്സ് ദി നെക്സ്റ്റ് പാരഗ്രാഫ്. സംശയം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിക്കണം, കമന്റിൽ ചോദിക്കണം. അടുത്ത ചാപ്റ്റർ ഏതാ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എല്ലാം നിങ്ങൾ ചോദിക്കണം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മൾ എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പൊ നോക്കൂ അതിന്റെ ബാക്കി. ആസ് എ റിസൾട്ട് ഓഫ്, തൽഫലമായിട്ട്, ആസ് എ റിസൾട്ട് ഓഫ് റാൻഡം ഫെർട്ടിലൈസേഷൻ, ഇത്തരത്തിലുള്ള റാൻഡം ഫെർട്ടിലൈസേഷനാലെ the resultant zygote can be of the genotypes capital T യോ capital T small t യോ അല്ലെങ്കിൽ small t ആയിരിക്കാം. ആരുടെ അടുത്തുണ്ടാവുക? നമ്മുടെ capital T small t into capital T small t ചെയ്യുന്ന സമയത്ത് capital T ഗാമേറ്റ്, small t ഗാമേറ്റ്, capital T ഗാമേറ്റ്, small t ഗാമേറ്റ്, ഈ capital T കൂടെ കൂടി ചേരുമ്പോൾ capital T ഓഫ്സ്പ്രിങ്സ് വരും. ഇതും കൂടെ കൂടി ചേരുമ്പോൾ capital T small t ഓഫ്സ്പ്രിങ്സ് വരും. ഇതും കൂടെ കൂടി ചേരുമ്പോഴും capital T small t ഓഫ്സ്പ്രിങ്സ് വരും. ഇതും കൂടെ കൂടി ചേരുമ്പോൾ small t ഓഫ്സ്പ്രിങ്സും വരും. സോ ഇങ്ങനെയുള്ള ഓഫ്സ്പ്രിങ്സ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്. ഫ്രം പനറ്റ് സ്ക്വയർ നോക്കുന്ന സമയത്ത് ഇറ്റ് ഈസ് ഈസിലി സീൻ ദാറ്റ് നമ്മൾ കണ്ട കാര്യമാണ് 1/4 ഓഫ് ദി റാൻഡം ഫെർട്ടിലൈസേഷൻ ലീഡ് ടു 1/4 നമുക്ക് നോക്കിയ സമയത്ത് പനറ്റ് സ്ക്വയറിൽ നമ്മൾ വരച്ച് നോക്കിയ സമയത്ത് അങ്ങനെ പനറ്റ് സ്ക്വയർ നമ്മൾ വരച്ചിരുന്നല്ലോ. ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ സ്മോൾ ടിയും ഇവിടെ വരച്ചു, ഇവിടെ ക്യാപിറ്റൽ ടിയും അതേപോലെ തന്നെ സ്മോൾ ടി ഇവിടെ വരച്ചു, ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ടായി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി, ഇവിടെ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഉണ്ടായി, ഇവിടെ സ്മോൾ ടി ഉണ്ടായി. ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത് ചെയ്ത സമയത്ത് 1/4 ഓഫ് ദി റാൻഡം ഫെർട്ടിലൈസേഷൻ, 4ൽ 1 നോക്കിക്കേ. 1/4 എന്താണ്? 1/4 ക്യാപിറ്റൽ ടി ആണ്. 1/2 ലീഡ്സ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ 1/4ഉം ഈ 1/4ഉം കൂടെ കൂട്ടുന്ന സമയത്ത് 1/2 എന്താണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ആൻഡ് 1/4 ടു സ്മോൾ ടി. ബാക്കി 1/4 എന്താണ്? 1/4 സ്മോൾ ടി ആണ്. കണ്ടല്ലോ? ആണെങ്കിലും കൂടെ the F1 have a genotype of capital T small t. F1 capital T small t മാത്രമാണ് ജീനോടൈപ്പ്. but the phenotypic character is seen is tall. അവിടുത്തെ ഫീനോടൈപ്പ് എന്തായിരുന്നു? ടോൾ ആയിരുന്നു. അറ്റ് F2 നോക്കിയ സമയത്ത് 3ൽ 4 പേരും എന്താണ്? പ്ലാന്റ്സ് ടോൾ ആണ് അല്ലെ? ഇവർ 2 പേരും നമുക്ക് കാണാൻ പറ്റിയത് ടോൾ ആണ്. while where some of them are capital T. അതിൽ കുറച്ച് പേര് capital T ആണ്, കുറച്ച് പേര് capital T small t ആണ്. എന്നാലും എല്ലാവരും ടോൾ ആണ്. എക്സ്റ്റേണലി ഒരു പ്ലാന്റിനെ പുറത്തു നോക്കുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ദ പ്ലാന്റ്സ് വിത്ത് ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി ആൻഡ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഒരു പ്ലാന്റിനെ പുറത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമോ ആ പ്ലാന്റ് ക്യാപിറ്റൽ ടി പ്ലാന്റ് ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലാന്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഹെൻസ് ആയതിനാൽ within the genotypic pair capital T small t only one character capital T tall is expressed. അപ്പൊ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ വരുന്ന സമയത്ത് ആര് മാത്രമേ അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ? അവിടെ ക്യാപിറ്റൽ ടി മാത്രമേ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളൂ. സ്മോൾ ടി എന്ത് ചെയ്തിട്ടില്ല? അവിടെ എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഹെൻസ് ദി ക്യാരക്ടർ T or tall is said to dominate over the other allele. അതുകൊണ്ട് ക്യാപിറ്റൽ ടി എന്തായി? ഡോമിനേറ്റ് ചെയ്തു എന്ന് പറയാം. ഓർ ഡോർഫ് ക്യാരക്ടറിന്റെ മേലെ ക്യാപിറ്റൽ ടി എന്തായതാണ്? ഡോമിനേറ്റ് ചെയ്തതാണ് എന്ന് നമുക്ക് പറയാം.
It is thus due to this dominance of one character over the other, ഒരു ക്യാരക്ടർ മറ്റേ ക്യാരക്ടറിന്റെ മേലെ ഡോമിനേറ്റ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെയാണ് that all the F1 are tall. അതുകൊണ്ടാണ് F1 എല്ലാവരും ടോൾ ആയത്. എന്താണെങ്കിലും കൂടെ the genotype is capital T small t, genotype capital T small t ആണെങ്കിലും കൂടെ F1 എല്ലാവരും ടോൾ അല്ലേ? അതിന് കാരണം എന്താണ്? ഈ ഡോമിനൻസ് കൊണ്ടാണ്. And in the F2ല് 3/4 of the plants are tall. നാലിൽ 3 ഭാഗവും ടോൾ അല്ലേ? അതിന് കാരണം എന്താണ്? ഈ ഡോമിനൻസ് തന്നെയാണ്. genotypically 1/2 capital T small t ആണ്. ഓൺലി 1/4 മാത്രമാണ് capital T. 1/4 ആണ് ശരിക്ക് ടോള്. എന്നാൽ ഈ capital T small t എന്ത് തന്നെയാണ്? ടോള് തന്നെയാണ് കാണിക്കുന്നത്. കാരണം എന്താ? ഇതിലുള്ള സ്മോൾ ടിക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റൂല, capital T അവിടെ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് ഡോമിനന്റ് ആണ്. This leads to a phenotypic ratio of, അതുകൊണ്ട് phenotypic ratio നമുക്ക് tall 3/4 tall is to 3/4 tall ആണ് എന്നുള്ള is to അതിലേതൊക്കെയാണ് 1/4 capital T യും 1/2 capital T small t യുമാണ്. ആൻഡ് 1/4 small t അഥവാ 3:1 റേഷ്യോ നമുക്ക് കിട്ടി. പക്ഷേ ജീനോടൈപ്പിക് റേഷ്യോ നമുക്ക് കിട്ടുവാണെങ്കിലോ അത് 1:2:1 ആണ് എന്ന് നമുക്ക് കാണാം. The 1/4, 1/2, 1/4 ratio of capital T, small t is mathematically condensable to the form of the binomial expression of ax plus by the whole square. നമ്മൾ മുന്നേ പറഞ്ഞു ഈ ഈ മെൻഡൽ എന്ന് പറയുന്ന ആളാണ് സ്റ്റാറ്റിസ്റ്റിക്സും അതേപോലെ തന്നെ മാത്തമാറ്റിക്സും ഒക്കെ ബയോളജിയിലേക്ക് കൊണ്ടുവന്ന ആള് അല്ലെ. അപ്പൊ ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നാണ് ഇയാൾ പറഞ്ഞത്. That has the gametes bearing genes capital T or small t in equal frequency of half. The expression is expanded as given below. താഴെ പറയുന്ന പോലെ ആ എക്സ്പ്രഷൻ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അത് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദേ കണ്ടോ, നമ്മളൊന്ന് താഴത്തേക്ക് പോവാണ്. Look here. നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, സോ നോക്കുകയാണെങ്കിൽ പ്ലാന്റുകളിൽ നമ്മൾ കാണുന്ന സംഗതി, ആ പ്ലാന്റുകളിൽ നമ്മൾ എന്താണ് ഹാഫ് ക്യാപിറ്റൽ ടി, ഹാഫ് ആണ് ക്യാപിറ്റൽ ടിയുടെ ഫ്രീക്വൻസി, അതേപോലെ തന്നെ ഹാഫ് ആണ് സ്മോൾ ടിന്റെ ഫ്രീക്വൻസി. ഹാഫ് ക്യാപിറ്റൽ ടിയും ഹാഫ് സ്മോൾ ടിയും ആണ്. അങ്ങനെ നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അതിനെ ചെയ്യാം? ഇതിനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഫ് ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് സ്മോൾ ടി, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു, അതിനെ തന്നെ അതുകൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യലേ വേണ്ടത്. ഹാഫ് ക്യാപിറ്റൽ ടി പ്ലസ് ഹാഫ് സ്മോൾ ടി അല്ലെ. റെഡി. ഒന്നാമതായിട്ട് നമ്മൾ എന്താ ചെയ്യാ? ഈ ക്യാപിറ്റൽ ടീനെയും ഈ ക്യാപിറ്റൽ ടീനെയും മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ. ഈ ക്യാപിറ്റൽ ടീനെയും ഈ ക്യാപിറ്റൽ ടീനെയും മൾട്ടിപ്ലൈ ചെയ്യും. അതായത് 1/2 ക്യാപിറ്റൽ ടി ഇൻറ്റു 1/2 ക്യാപിറ്റൽ ടി. അങ്ങനെ പറയുമ്പോൾ 1/4 ക്യാപിറ്റൽ ടി കിട്ടി. പ്ലസ് അടുത്തത് നമ്മൾ എന്താ ചെയ്യാ? അടുത്തത് ഈ ക്യാപിറ്റൽ ടീനെ ഈ സ്മോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 1/2 ക്യാപിറ്റൽ ടി ഇൻറ്റു 1/2 സ്മോൾ ടി. അങ്ങനെ പറയുമ്പോൾ വീണ്ടും 1/4 ക്യാപിറ്റൽ ടി സ്മോൾ ടി കിട്ടി. അടുത്തത് ഇയാളുടെ ഊഴമാണ് 1/2 സ്മോൾ ടി ഇൻറ്റു 1/2 ക്യാപിറ്റൽ ടി. അങ്ങനെ പറയുമ്പോൾ 1/4 ക്യാപിറ്റൽ ടി സ്മോൾ ടി. ലാസ്റ്റ് ആളാരാണ്? 1/2 സ്മോൾ ടി ഇൻറ്റു 1/2 സ്മോൾ ടി ചെയ്യുമ്പോൾ 1/4 സ്മോൾ ടി അല്ലെ. ഈ രണ്ട് 1/2 സെയിം അല്ലേ? ഈ രണ്ട് 1/4 സെയിം അല്ലേ? അത് കൂട്ടുമ്പോൾ 1/2 കിട്ടും. അപ്പൊ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1/4 ക്യാപിറ്റൽ ടി പ്ലസ് 1/2 ക്യാപിറ്റൽ ടി സ്മോൾ ടി പ്ലസ് 1/4 സ്മോൾ ടി എന്ന് നമുക്ക് കിട്ടും. മെന്റൽ സെൽഫ് പോളിനേറ്റഡ് ദ F2 പ്ലാന്റ്സ്. F2 പ്ലാന്റിനെ മെന്റൽ സെൽഫ് പോളിനേറ്റ് ചെയ്ത സമയത്ത് F2 പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് ചെയ്തേ നല്ലപോലെ ശ്രദ്ധിക്ക്. F1 കിട്ടിയിരുന്ന സംഗതി ഓർമ്മയുണ്ടല്ലോ. F1 നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്യാം മെന്റലിന്റെ പഠനങ്ങൾ. ക്യാപിറ്റൽ ടി ടോള്, സ്മോൾ ടി ഡോർഫ്. ഇവിടുന്ന് ക്യാപിറ്റൽ ടി ഗാമേറ്റ് വന്നു, ഇവിടുന്ന് സ്മോൾ ടി ഗാമേറ്റ് വന്നു. രണ്ടുപേരും കൂടെ കൂടിച്ചേർന്നു. ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്തുണ്ടായി? F1 കിഡ്സ് ഉണ്ടായി. F1 കിഡ്സ് എന്തായിരുന്നു? ടോൾ ആയിരുന്നു. അതിനുശേഷം സെൽഫിംഗ് ആണ് നടത്തുന്നത്. അതിനുശേഷം സെൽഫിംഗ് നടത്തുവാണ്. സെൽഫിംഗ് എങ്ങനെയാണ്? ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് സെൽഫിംഗ് അല്ലെ. ഇങ്ങനെയാണ് സെൽഫിംഗ് നടത്തുക. അപ്പൊ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി ഇൻറ്റു ക്യാപിറ്റൽ ടി സ്മോൾ ടി ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ക്യാപിറ്റൽ ടി ഗാമേറ്റ് വന്നു, ഇവിടുന്ന് ഒരു സ്മോൾ ടി ഗാമേറ്റ് വന്നു, ഇവിടുന്ന് ഒരു ക്യാപിറ്റൽ ടി ഗാമേറ്റ് വന്നു, ഇവിടുന്ന് ഒരു സ്മോൾ ടി ഗാമേറ്റ് വന്നു അല്ലെ. റെഡി. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ സ്മോൾ ടി ആണ്. ഇതാണ് F2.
ഇനി മെന്റൽ ചെയ്ത കാര്യം നോക്കിക്കേ. മെന്റൽ സെൽഫ് പോളിനേറ്റഡ് F2 പ്ലാന്റ്സ്. ഈ F2നെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്തു. ആൻഡ് ഫൗണ്ട് ദാറ്റ് അയാൾ കണ്ട കാര്യം ഡ്വാർഫ് F2 പ്ലാന്റ്സ് കണ്ടിന്യൂ ടു ജനറേറ്റ് ഡ്വാർഫ് പ്ലാന്റ് ഇൻ F3 ആൻഡ് F4 ജനറേഷൻ. ഈ ഡ്വാർഫ് പ്ലാന്റിനെ സെൽഫിങ് നടത്തുന്ന സമയത്ത് അടുത്ത തലമുറയിലും ഡ്വാർഫ് തന്നെ കിട്ടി, അടുത്ത തലമുറയിലും ഡ്വാർഫ് തന്നെ കിട്ടി. ഇത് ട്രൂ ബ്രീഡിംഗ് ആണ് അല്ലേ? രണ്ടും ഒരേപോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് എത്ര തലമുറ ക്രോസ് ചെയ്ത് കഴിഞ്ഞാലും ഇതിന് സ്മോൾ ടി തന്നെ കിട്ടുള്ളൂ. He concluded that അയാൾ കൺക്ലൂഡ് ചെയ്തു that the genotype of the dwarf was homozygous. ഇവിടെ കിട്ടിയ ഡ്വാർഫുകള് ഹോമോസൈഗസ് ആണ് എന്ന് മൂപ്പരാൾ മനസ്സിലാക്കി. സ്മോൾ ടി ആണ്, അതുകൊണ്ടാണ്. What do you think he would have got? He has selected and pollinated a tall F2 plant. ഇയാൾ ടോൾ F2നെയാണ് എടുത്തതെന്നുണ്ടെങ്കിലോ ക്യാപിറ്റൽ ടിനെയാണ് മൂപ്പർ എടുത്തതെന്നുണ്ടെങ്കിൽ എന്താവും? എത്ര തലമുറ കഴിഞ്ഞാലും ക്യാപിറ്റൽ ടി തന്നെ കിട്ടും അല്ലെ? എന്നാൽ അയാൾ എടുത്ത പ്ലാന്റ് ഇതാണ് എന്നുണ്ടെങ്കിൽ, ഇത് രണ്ടുമാണെങ്കിൽ അടുത്ത ജനറേഷനിൽ തന്നെ സെൽഫിംഗ് നടത്തുമ്പോൾ 3:1 ആയിരിക്കും ഉണ്ടാവുക. ടോൾ ഈസ്റ്റ് ഡ്വാർഫ്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്. അടുത്ത പാരഗ്രാഫ്. ഫ്രം ദി പ്രസീഡിംഗ് പാരഗ്രാഫ്, ഈ മേലെ പറഞ്ഞ പാരഗ്രാഫിൽ നിന്ന് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് though the genotypic ratio can be calculated using mathematical probability, ജീനോടൈപ്പുകൾ നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബബിലിറ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ ബൈ സിംപ്ലി ലുക്കിംഗ് അറ്റ് ദി ഫീനോടൈപ്പ്, വെറുതെ നോക്കിക്കഴിഞ്ഞാൽ ഫീനോടൈപ്പ് ഓഫ് ദി ഡോമിനന്റ് ട്രൈറ്റ്, ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു നോ ദ ജീനോടൈപ്പിക് കമ്പോസിഷൻ. ഒരു പ്ലാന്റ് നമ്മൾ എടുത്തിട്ട് ആ പ്ലാന്റ് നമ്മൾ ജസ്റ്റ് ഒരു പ്ലാന്റ് നമ്മൾ കണ്ടോ, ഇങ്ങനെ ഒരു പ്ലാന്റ് നമ്മൾ എടുക്കുവാണ്. അത് ഞാനൊന്ന് വൈപ്പ് ചെയ്യട്ടെ. ഒരു പ്ലാന്റിന്റെ ഫീനോടൈപ്പ് ഞാൻ നോക്കുവാണ്. ആ ഫീനോടൈപ്പ് നോക്കിയിട്ട് എനിക്ക് ആ പ്ലാന്റിന്റെ ജീനോടൈപ്പ് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു പ്ലാന്റ് കണ്ടോ, ഞാൻ ഒരു പ്ലാന്റിനെ എടുക്കുവാണ്. ഒരു പ്ലാന്റ് ടോൾ ആണ് സപ്പോസ്. ആ പ്ലാന്റ് ഒരു ടോൾ പ്ലാന്റ് ഞാൻ എടുക്കുവാണ്. ഒരു ടോൾ പ്ലാന്റ് എന്റെ കയ്യിലുണ്ട്. ഈ ടോൾ പ്ലാന്റിനെ ഞാൻ നോക്കിയിട്ട് ഈ ടോൾ പ്ലാന്റ് ക്യാപിറ്റൽ ടി ആണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? വെറുതെ പ്ലാന്റിനെ പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ കാര്യം മനസ്സിലാക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. That is, for example, whether a tall plant from the F1 or F2, F1ലെയോ F2ലെയോ ഒരു ടോൾ പ്ലാന്റ് ക്യാപിറ്റൽ ടിയോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സിലാക്കാൻ പറ്റൂല. cannot be predicted, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല. Therefore, അതിനു വേണ്ടിയിട്ട് അതിനാലെ to determine the genotype of a tall plant at F2, F2ലുള്ള ഒരു പ്ലാന്റിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, F2ല് കിട്ടിയ പ്ലാന്റിന്റെ ജീനോടൈപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മെന്റൽ ക്രോസ്ഡ് ടോൾ പ്ലാന്റ്സ് ഫ്രം F2. ടോളിനെ മാത്രം നോക്കിയാൽ മതി, ഡ്വാർഫിന്റെ നോക്കണ്ട. ഡ്വാർഫിന് എന്തായാലും സ്മോൾ ടി ആയിരിക്കും, ഉറപ്പാണ്. എന്നാൽ ടോള് ക്യാപിറ്റൽ ടി ആണോ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ എന്ന് നമുക്ക് വെറുതെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അയാൾ എന്ത് ചെയ്തു? ആ പ്ലാന്റിനെ എടുത്തിട്ട് മെന്റൽ ക്രോസ് ദ ടോൾ പ്ലാന്റ് ഫ്രം F2, F2ലുള്ള ടോൾ പ്ലാന്റിനെ എടുത്തിട്ട് വിത്ത് എ ഡ്വാർഫ് പ്ലാന്റ്, ഒരു ഡ്വാർഫ് പ്ലാന്റുമായിട്ട് ക്രോസ് ചെയ്തു. ഹി കോൾഡ് അതിന് മൂപ്പര് വിളിച്ച പേരെന്താണ്? ടെസ്റ്റ് ക്രോസ് എന്നാണ് അതിന് മൂപ്പര് വിളിച്ചത്. ആ ക്രോസിന് ടെസ്റ്റ് ക്രോസ് എന്ന് വിളിച്ചു. എന്താണെന്ന് കാര്യം മനസ്സിലാക്കാം. ഇൻ എ ടിപ്പിക്കൽ ടെസ്റ്റ് ക്രോസ്, ഒരു ടെസ്റ്റ് ക്രോസിൽ അൻ ഓർഗാനിസം, ഒരു ജീവി, ഉദാഹരണത്തിന് പീ പ്ലാന്റ് ആണ് ഇവിടെ, ഷോവിങ് എ ഡോമിനന്റ് ഫീനോടൈപ്പ്, അയാൾക്ക് ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ഉണ്ട്. ആൻഡ് ഹൂസ് ജീനോടൈപ്പ് ഈസ് ടു ബി ഡിറ്റർമൈൻഡ്, അതിന്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല. ഈസ് ക്രോസ്ഡ് വിത്ത് ദ റെസസീവ് പാരന്റ്, അത് നമ്മൾ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കുവാണ്. ഇൻസ്റ്റെഡ് ഓഫ് സെൽഫ് ക്രോസിംഗ് നടത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിനെ റെസസീവ് പാരന്റുമായിട്ട് ക്രോസ് ചെയ്ത് നോക്കുവാണ്. The progress of such a cross can easily be analyzed to predict. ഇങ്ങനെ ഒരു ക്രോസിന്റെ റിസൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം the genotype of the test organism. ആ ടെസ്റ്റ് ഓർഗാനിസത്തിന്റെ ജീനോടൈപ്പ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് കിട്ടിയ പ്ലാന്റ് ക്യാപിറ്റൽ ടി ആണ് എന്നിരിക്കട്ടെ, നമുക്കറിയില്ല, ഇത് അറിയാത്താണ്. ക്യാപിറ്റൽ ടി ആണെങ്കിൽ അതിനെ റെസസീവുമായിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് എന്തായിരിക്കും ഉണ്ടാവുന്ന പ്ലാന്റുകളൊക്കെ എന്തായിരിക്കും? ടോളുകളായിരിക്കും. അതല്ല നമുക്ക് കിട്ടിയിരുന്ന പ്ലാന്റ് അതിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നെങ്കിൽ അതിനെ നമ്മൾ റെസസീവുമായിട്ട് ക്രോസ് ചെയ്യുവാണെങ്കിൽ ഉണ്ടാവുന്ന കിഡ്സ് എങ്ങനെയായിരിക്കും? ഉണ്ടാവുന്ന കിഡ്സ് ടോൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താവാനുള്ള ചാൻസ് ഉണ്ട്? ഡ്വാർഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. 1:1 ടോൾ ഈസ്റ്റ് ഡ്വാർഫ് ആണ് ടെസ്റ്റ് ക്രോസ് നടത്തിയ സമയത്ത് ഡാർവിന് കിട്ടിയത്. അതുകൊണ്ട് ഡാർവിൻ എന്ത് കൺക്ലൂഡ് ചെയ്തു? അതിന്റെ ജീനോടൈപ്പ്, F2ലുള്ള പ്ലാന്റിന്റെ ജീനോടൈപ്പ് ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് എന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. ക്ലിയർ ആണല്ലോ? റെഡിയാണ്.
ഫിഗർ 4.5 ഷോസ് എ റിസൾട്ട് ഓഫ് 4.5 റിസൾട്ട് ഓഫ് എ ടിപ്പിക്കൽ ടെസ്റ്റ് ഗ്രോസ് അവിടെ കാണിക്കുന്നുണ്ട്. വേർ വയലറ്റ് കളർ ഫ്ലവർ ഈസ് ഡോമിനന്റ് ഓവർ ദി വൈറ്റ് കളർ ഫ്ലവർ. ഇവിടെ മാത്രം നോക്കിക്കേ, ക്യാപിറ്റൽ W ആണ് വയലറ്റിന് ഉപയോഗിച്ചത് കേട്ടോ. വി വെച്ച് കഴിഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനെ കൊണ്ട് വയലറ്റ് കളറിന് ക്യാപിറ്റൽ W ആണ് ഇവിടെ ഉപയോഗിച്ചത്. അതുപോലെ തന്നെ സ്മാൾ W ആണ് വൈറ്റ് ഫ്ലവർ കളറിന് ഉപയോഗിച്ചിട്ടുള്ളത്. സോ ഒരു ടിപ്പിക്കൽ ടെസ്റ്റ് ഗ്രോസ് നമുക്ക് അടുത്ത പാരഗ്രാഫിൽ ഒരു ടെസ്റ്റ് ഗ്രോസിന്റെ റിസൾട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിപ്പോ വരച്ച കാര്യം തന്നെയാണ്, ദ സെയിം തിങ്, അതേ കാര്യം തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ മുന്നേ 2 ലൈൻ ഇവിടെ കൊടുത്തേക്കണു. യൂസിംഗ് പൈനറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദി നാച്ചർ ഓഫ് ഓഫ്സ്പ്രിങ്സ് ഓഫ് എ ടെസ്റ്റ് ഗ്രോസ്. ഒരു ടെസ്റ്റ് ഗ്രോസിലുള്ള ഓഫ്സ്പ്രിങ്സിന്റെ നാച്ചർ എങ്ങനെയാണെന്ന് നോക്കാൻ വാട്ട് റേഷ്യോ ഡിഡ് യു ഗെറ്റ് നമ്മൾ ഇപ്പൊ ചെയ്തു. 1:1 ആണ് നമുക്ക് കിട്ടിയത്. യൂസിംഗ് ജീനോടൈപ്സ് ഓഫ് ദിസ് ക്രോസ്, ഈ ക്രോസിന്റെ ജീനോടൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്യാൻ യു ഗിവ് എ ജനറൽ ഡെഫിനിഷൻ ഫോർ, ടെസ്റ്റ് ഗ്രോസിന് ഒരു ഡെഫിനിഷൻ തരാൻ പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കണം തോന്നുന്നു. വി ക്യാൻ ലുക്ക് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ക്യാൻ യു ഗീവ് എ ഡെഫിനിഷൻ ഫോർ ടെസ്റ്റ് ഗ്രോസ്. ടെസ്റ്റ് ഗ്രോസിന് ഒരു ഡെഫിനിഷൻ തരാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ക്ലിയർ ആയിട്ടും എന്താണ് ടെസ്റ്റ് ഗ്രോസിന്റെ ഡെഫിനിഷൻ? ഇറ്റ്സ് എ ക്രോസ് ബിറ്റ്വീൻ, ഒരു ക്രോസ് ആണ് ആർക്കിടയിൽ? ഇറ്റ്സ് എ ക്രോസ് ബിറ്റ്വീൻ, എങ്ങനെ നമ്മൾ പറയാം, ടെസ്റ്റ് സോറി, ഇത് ഈ പെൻസിൽ ഒന്ന് ഒഴിവാക്കട്ടെ, ഈ ലൈൻ ഒന്ന് ഒഴിവാക്കട്ടെ ഞാൻ. ഓക്കെ, റെഡി. സോ ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ടെസ്റ്റ് ഗ്രോസിന് ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. ടെസ്റ്റ് ഗ്രോസിന് നമുക്ക് എങ്ങനെ ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റുക? ഇതൊരു ക്രോസ് ആണ്. ടു പ്രെഡിക്റ്റ് അല്ലെങ്കിൽ ടു ഫൈൻഡ് ഔട്ട് ദി ജീനോടൈപ്പ് ഓഫ് അൺനോൺ പാരന്റ്. അൺനോൺ പാരന്റിന്റെ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രോസ് ആണ് ടെസ്റ്റ് ഗ്രോസ് അല്ലെ, ടെസ്റ്റ് ഗ്രോസ് എന്ന് നമുക്ക് പറയാം. സോ അടുത്ത പാരഗ്രാഫിലേക്ക് നമുക്ക് പോകാം. ഇതവിടെ ഒരു ടെസ്റ്റ് ഗ്രോസ് ഇതേപോലെ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഒരു ഡോമിനന്റ് ഫീനോടൈപ്പ് ഇവിടെ ഉണ്ട്, ഡോമിനന്റ് ആണ്. നമുക്കറിയില്ല അത് ക്യാപിറ്റൽ W ആണോ ക്യാപിറ്റൽ W സ്മോൾ W ആണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അതിനെ റെസസീവിനെ വെച്ചിട്ട് ക്രോസ് ചെയ്യുവാണ്. റെസസീവിനെ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്മോൾ W വെച്ചിട്ട് നമ്മൾ ക്രോസ് ചെയ്യുവാണ്. ഈ രണ്ടിനെയും സ്മോൾ W പ്ലാനിനെ വെച്ച് ക്രോസ് ചെയ്യുവാണ്. രണ്ട് സ്ഥലത്തും സ്മോൾ W ഗാമേറ്റ് വന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ W ഇവിടുന്ന് പോയത് കൊണ്ട് ഫുൾ ക്യാപിറ്റൽ W ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഹോമോസൈഗസ് ആണ് എന്ന് നമുക്ക് പറയാം അൺനോൺ പാരന്റിന്. എന്നാൽ ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഹെട്രോസൈഗസ് ആണ്. പാരന്റ് ഹെട്രോസൈഗസ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെ 1:1 റേഷ്യോയിൽ നമുക്ക് കിട്ടുള്ളൂ. ഇപ്പൊ മെന്റൽ ചെയ്തപ്പോൾ മെന്റലിന് കിട്ടിയത് ഹെട്രോസൈഗസ് ആയിരുന്നു എന്നുള്ളതാണ്. 1:1 റേഷ്യോ ആണ് ഈ എക്സ്പെരിമെന്റിന് ടെസ്റ്റ് ഗ്രോസ് മെന്റൽ ചെയ്ത സമയത്ത് മെന്റലിന് കിട്ടിയത്. ക്ലിയർ? സോ നെക്സ്റ്റ്, ബേസ്ഡ് ഓൺ ഹിസ് ഒബ്സർവേഷൻ, ഈ പഠനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ ഓൺ മോണോഹൈബ്രിഡ് പ്രോസസ് മെന്റൽ പ്രപ്പോസ്ഡ് 2 ജനറൽ റൂൾസ് ടു കൺസോളിഡേറ്റ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ്. ഇത് മൊത്തം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 2 നിയമങ്ങൾ മെന്റൽ പ്രപ്പോസ് ചെയ്തു ഓഫ് ഇൻഹെറിറ്റൻസ് ഇൻ മോണോഹൈബ്രിഡ് പ്രോസസ്. മോണോഹൈബ്രിഡ് ക്രോസിന് നടത്തിയതിനു ശേഷം 2 നിയമങ്ങളാണ് മെന്റൽ പറയുന്നത്. ടുഡേ ദീസ് റൂൾസ് ആർ കോൾഡ് ദി പ്രിൻസിപ്പിൾസ് ഓർ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇപ്പൊ നമ്മൾ ആ നിയമങ്ങളൊക്കെ വിളിക്കുന്നത് പ്രിൻസിപ്പിളുകൾ അല്ലെങ്കിൽ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ളതാണ്. ദി ഫസ്റ്റ് ലോ ഓർ ലോ ഓഫ് ഡോമിനൻസ്, ഫസ്റ്റ് ലോക്ക് ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറയാം. ആൻഡ് ദി സെക്കൻഡ് ലോ ഓർ ലോ ഓഫ് സെഗ്രിഗേഷൻ, രണ്ടാമത്തെ നിയമത്തിന് ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നുമാണ് പറയുന്നത്. അത് രണ്ടുമാണ് നമ്മൾ ഇനി അടുത്ത ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. അത് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.